ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ചകളിൽ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നോക്കുന്നത്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എപ്പോഴും നമ്മൾ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദം നമ്മളെ രോഗിയാക്കുന്നു. ഒരു വലിയ ചോദ്യമാണ്. ചോദ്യം സംസാരിലൂടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. നിങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ പെർമിഷനോടെ സൽസാറിനെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. സൽസാർ ഉയർന്നത്. താങ്ക് യു സാബു സർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് ഇപ്പോൾ സാബു സാറ് സംസാരിച്ചതുപോലെ സമ്മർദ്ദം നിങ്ങളെ രോഗിയാക്കുന്നു. ആക്ച്വൽ സമ്മർദ്ദം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പല ആൾക്കാരും കേട്ടതായിരിക്കും. ഒരു സെക്കൻഡ്. സമ്മർദ്ദം ഓൾറെഡി നമ്മളൊക്കെ കേട്ടതായിരിക്കും. പക്ഷെ അത് രക്തസമ്മർദ്ദം എന്നുള്ള രീതിയിലായിരിക്കും. ആരോഗ്യമായിട്ട് കൺസേൺ ആയിട്ട് വരുമ്പോഴല്ലേ. ആ രക്തസമ്മർദ്ദത്തെ കുറിച്ചല്ല, ഞാൻ മാനസികമായ സമ്മർദ്ദത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ടോപ്പിക്ക് വളരെ വലുതാണ്. സ്ട്രെസ്, മാനസിക സമ്മർദ്ദം, സ്ട്രെസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ സ്ട്രെസ്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിനെ അല്പം മലയാളീകരിച്ചപ്പോൾ സമ്മർദ്ദമായി. സമ്മർദ്ദം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും അമിത സമ്മർദ്ദം ഉദ്ദേശിക്കുന്നത് രക്തസമ്മർദ്ദത്തെ കുറിച്ചാണ്. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന സമ്മർദ്ദം രക്തമല്ല, നമ്മുടെ ബ്രെയിനിൽ പലപ്പോഴായിട്ട് അനുഭവപ്പെടുന്ന ഒരു സമ്മർദ്ദമുണ്ട്. അത് ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. ആക്ച്വൽ ടോപ്പിക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ വലിയ ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അതിന്റെ ഇമ്പാക്റ്റും നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ നിലകളിലും വളരെ കൂടുതലാണ്. സോ ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, കാണാമല്ലോ? കാണാം. ഓക്കെ. ഓക്കെ, സ്ട്രെസ് ആണ് ഈ സമ്മർദ്ദം അഥവാ അമിത സമ്മർദ്ദത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആരോഗ്യത്തിൽ ഇന്ന് ഉദ്ദേശിച്ച ടോപ്പിക്ക്. ഇതില് ഈ ഒരു സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ മോശമാണോ? ആരോഗ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രെസ് ഒക്കെ മോശമാണോ? തീർച്ചയായിട്ടും അല്ല. അതിൽ രണ്ട് രീതിയിലാണ് സ്ട്രെസ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ യു സ്ട്രെസ് എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ട്രെസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ലായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് ഓരോ മാറ്ററിലും ഇൻവോൾവ് ആവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ്. ഒരു കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്നോ എന്ന് മാത്രമുള്ള ഒരു അപ്രോച്ചില് സ്കൂൾ കുട്ടികളുടെ അടുത്ത് എല്ലാവരും ഒന്ന് പെരുമാറാൻ, ടീച്ചർമാരൊക്കെ ഒന്ന് പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടി ക്ലാസ്സിൽ വരുവോ ഇല്ലയോ, വന്നാൽ തന്നെ പുസ്തകം നോക്കുവോ, അവിടെയും ഒരു പോസിറ്റീവ് സ്ട്രെസ്സിന്റെ എഫക്റ്റ് ഉണ്ട്, അഥവാ യു സ്ട്രെസ്. അതുപോലെ തന്നെ പെർഫോമൻസ് നന്നാവാൻ ഉള്ള കാരണം എന്താ? ഇപ്പോ ഒരു സ്പോർട്സ് ഇവന്റ് വരുന്നു, അല്ലെങ്കിൽ ഈവൻ ഒരു നാടകം തുടങ്ങാൻ പോവാണ്. അപ്പൊ ഈ നാടകത്തിന്റെ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ അതിനെ കാണുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആ സമയത്തുള്ള സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കുറച്ചായിട്ട് സ്ട്രെസ് എടുക്കുന്നുണ്ട്. എക്സാമിനേഷൻ സ്ട്രെസ് കുട്ടികൾക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയമാണ്, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. ഇതൊക്കെ യു സ്ട്രെസ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്ട്രെസ് ആയിട്ട് പറയാം. ഇതിന്റെ ഒന്നിച്ച് തന്നെ ഒരു കാര്യം കൂടി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ് ഇല്ലെങ്കിൽ എവല്യൂഷൻ ഇല്ല. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പുതിയൊരാളിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ, നമുക്ക് ഉള്ളിലും പുറത്തുമുള്ള മാറ്റങ്ങളൊക്കെ യു സ്ട്രെസ്സിന്റെ ഭാഗമാണ്, നല്ല പോസിറ്റീവ് സ്ട്രെസ്സിന്റെ ഭാഗമാണ്. ഓക്കെ, സോ മറ്റൊരു കാര്യം ഉള്ളതാണ് നെഗറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഡിസ്ട്രെസ് എന്ന് പറയാം. നമ്മൾ ഡിസ്ട്രെസ് സിഗ്നലൊക്കെ കൊടുക്കാറുണ്ട് എയർക്രാഫ്റ്റുകളിലും അല്ലെങ്കിൽ
കപ്പലുകളിലും ഒക്കെ ഡിസ്ട്രസ് സിഗ്നൽ കൊടുക്കാറുണ്ട്. ഈവൻ നമ്മുടെ എമർജൻസിയിലും ഒരു ഡിസ്ട്രസ് സിഗ്നൽ വഴിയാണ് മൊബൈലൊക്കെ എമർജൻസിയിൽ അമർത്തിപ്പോയി കഴിഞ്ഞാൽ വരുന്നത്. പല സൈറണുകളും ഡിസ്ട്രസ് റിലേറ്റഡ് ആണ്. ഈ ഡിസ്ട്രസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മുടെ ബോഡിക്കുള്ളിൽ അങ്ങനെ ഒരു ഡിസ്ട്രസ് സിഗ്നൽ വരുന്ന സമയത്ത് പലപ്പോഴും അവിടെ നമ്മുടെ മോട്ടിവേഷൻ നമുക്കത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ഫേസ് ചെയ്യണം എന്നുള്ള. അതുപോലെ തന്നെ ഫിസിക്കലി, മെന്റലി, ബിഹേവിയറൽ ആയിട്ടുള്ള പല രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ ഉള്ളിൽ കാണും, ഒപ്പം തന്നെ പുറത്തും കാണും. ബിഹേവിയറൽ ചേഞ്ചസ് പുറത്തും കാണും. മറ്റുള്ളവർ അത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും, ഇവൻ എന്താ ഇങ്ങനെ മൂഡി ആയിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. സോ മൊത്തത്തിൽ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ എഫക്റ്റീവ്നെസ് കുറയും. ഓക്കെ, സോ സ്ട്രെസ് എന്താണ് ശരിക്കും? സ്ട്രെസ് ഒരു ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ റിയാക്ഷൻ ആണ്. സ്ട്രെസ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യുന്നത് നമ്മളിലൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ മെന്റൽ, മാനസികമായിട്ടും ഇമോഷണൽ ആയിട്ടും ഒക്കെയുള്ള ഒരു റിയാക്ഷൻ ആണ്. എന്തെങ്കിലും ഒരു സിറ്റുവേഷനോട് കൂടിയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആ ചാലഞ്ചിനെ നമ്മൾ എങ്ങനെ എൻകൗണ്ടർ ചെയ്യുന്നു, ഇത് രണ്ടും കണക്കാക്കുന്ന ഒരു രീതിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യാസമാവില്ലേ? തീർച്ചയായിട്ടും വ്യത്യാസമാവണല്ലോ. അപ്പോ ചില ആൾക്കാർക്ക് ഇത് ഓക്കെ ആണ്, ഞാൻ ഹാൻഡിൽ ചെയ്യും എന്ന് തോന്നുന്ന സിറ്റുവേഷൻ ചില ആൾക്കാർക്ക് അത് നല്ലതായിരിക്കില്ല. ജസ്റ്റ് ഇത്രയും ചിന്തിച്ചാൽ മതി. ഒട്ടും നെഗറ്റീവായിട്ട് പെരുമാറാത്ത ആൾക്കാര്, അല്ലെങ്കിൽ വേണ്ട ഒട്ടും കള്ളു കുടിക്കാത്ത ഒരാള്, അയാളെ പിടിച്ച് ബാറിൽ കൊണ്ടുപോയി ഇട്ടുക. ഇതുവരെ അയാൾ ബാറിൽ പോയിട്ടേ ഇല്ല, അതുപോലെ തന്നെ കള്ളു കുടിക്കുന്ന ആളെ കണ്ടിട്ടുമില്ല. അയാൾക്ക് ആ ഒരു സിറ്റുവേഷൻ പോലും സ്ട്രെസ് ആയിരിക്കാം. ജസ്റ്റ് റിവേഴ്സ് എടുത്തോ, ഒരിക്കലും ബാഡ്മിന്റൺ കോർട്ടിൽ പോവാത്ത ഒരാള് അയാളെ ഒരു വലിയ ബാഡ്മിന്റൺ കോർട്ട് അല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയത്തിനകത്തേക്ക് വിട്ടു കഴിഞ്ഞാല് അയാൾക്ക് ആ സ്പോർട്സ് ഏരിയ പോലും, അരീന പോലും ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം അയാൾക്ക് അവിടെ എത്തിയിട്ട് എന്ത് വേണമെന്ന് അറിയില്ല, മറ്റുള്ളവരുമായിട്ട് എന്ത് സംസാരിക്കണം എന്നറിയില്ല. ഒരാൾക്ക് സ്ട്രെസ് ഉള്ള സിറ്റുവേഷൻ മറ്റൊരാൾക്ക് ഒരു പക്ഷെ ഒരു പ്രശ്നമില്ലാത്തതായിരിക്കാം, ഈവൻ ചിലപ്പോൾ സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെ? അത് കൊണ്ട് തന്നെ ഓരോരുത്തരിലും ഈ സ്ട്രെസ് അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി അയാൾ ചിന്തിക്കുന്ന രീതി അത് ഡിപ്പെൻഡ് ചെയ്യും. അത് ആ പെർസെപ്ഷൻ, അയാൾ എങ്ങനെ അതിനെ കാണുന്നു, സിറ്റുവേഷനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ച് അത് മാറും. അതുപോലെ തന്നെ എങ്ങനെ അയാൾക്ക് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചിട്ടും അത് മാറും. സോ രണ്ട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് സിറ്റുവേഷൻ ഇറ്റ്സെൽഫ്, രണ്ടാമത്തത് അയാൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. ഇത് രണ്ടും അയാൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്സിന്റെ ലെവല്, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആണോ ആ ഇവന്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വേണമെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ഒരു കുറച്ച് തമാശയായിട്ട് കലർത്തി പറയുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച ആള് രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് അയാൾക്ക് ഒട്ടും സ്ട്രെസ് ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. അങ്ങനെ വേണമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, സോ സ്ട്രെസ്സിന് പല റീസൺസും ഉണ്ടാവാം. നമ്മുടെ കടോ, നമ്മുടെ മീൻസ് ഇന്ന കാരണമൊന്നുമില്ല, ഈവൻ ബില്ല് അടച്ചില്ല എന്നുള്ളത് പോലും ഒരു പക്ഷേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. ജോലിയില്ല എന്ന് പറയുന്നതും ആവാം. അതുപോലെ തന്നെ ഓഫീസിലെ ഡെഡ് ലൈൻസ് ഉണ്ട് എന്നുള്ളതും ആവാം. സോ ഒരാൾക്ക് ജോലി സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ഒരാൾക്ക് ജോലി ഇല്ലാത്തതാണ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെ തരത്തിലാണ് ശരിക്കും സ്ട്രെസ് ഉള്ളത്? ഒന്ന് ഇമോഷണൽ ആയിട്ട്, ശരിക്കും വികാരപരമായിട്ടുള്ള ഒരു സ്ട്രെസ് സിറ്റുവേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സും അതിൽ പെടാം. അതുപോലെ തന്നെ നോർമലി 80 കിലോ എടുക്കുന്ന ഒരാള് ഈ 80 നോർമലി ഓക്കെ ചെറിയ വെയിറ്റ് 25-30 കിലോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാള് അയാളുടെ അടുത്ത് 80 കിലോ അറ്റ് എ ടൈം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അയാളൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കും. അതേസമയത്ത് ഇതുവരെ ജിമ്മിൽ പോകാത്ത ഒരാളാണെങ്കിലോ അയാൾക്ക് ആ 80 കിലോ പോട്ടെ 30 കിലോ പോലും സ്ട്രെസ്ഫുൾ ആണ്. സോ അവിടെ ഫിസിക്കൽ ലെവലിലും സ്ട്രെസ് അനുഭവപ്പെടാം. മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നതാണ് എൻവയോൺമെന്റൽ. അത് ചിലപ്പോൾ വല്ലാത്ത ശബ്ദം കൊണ്ടുള്ളതാവാം, അതല്ലെങ്കിൽ ചൂട്, ക്ലൈമറ്റിക് സിറ്റുവേഷൻ കൊണ്ടുള്ളത്, പല രീതിയിലുള്ള. ഈവൻ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാള്
ബാറിൽ ഇതുവരെ പോയിട്ടില്ല, പക്ഷെ അയാൾ ബാറിന്റെ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് പോകുമ്പോൾ തന്നെ അയാൾക്കൊരു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് അയാൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടാവാം. പല രീതിയിലാണ് ഈ സ്ട്രെസ് ഓരോരുത്തരിലും എഫക്ട് ചെയ്യുന്നത്. അതിനുള്ള ടൈപ്പും അതുകൊണ്ട് തന്നെ മാറ്റം വരുന്നുണ്ട്. ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ല ശരിക്കും, അല്ലെ? അങ്ങനെ ഒരു സ്ട്രെസ്, ഞാൻ എപ്പോഴും സ്ട്രെസ്ഫുൾ ആണെന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒന്നും ഇല്ല. അതേ സമയത്ത് അതിനൊരു ട്രിഗർ ഉണ്ടാവും. ആ ട്രിഗറിനനുസരിച്ചിട്ടാണ് അവിടെ അയാൾക്ക് സ്ട്രെസ് ഡിപ്പെൻഡ് ആവുന്നത്, അല്ലെങ്കിൽ ആ മാനസിക സമ്മർദ്ദം അയാൾക്ക് ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത് എന്നറിയുന്നത് തീർച്ചയായിട്ടും അയാളുടെ റെഗുലർ. ഇപ്പോ ജസ്റ്റ് ഇങ്ങനെയും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. എപ്പോഴും പെട്ടെന്ന് സ്ട്രെസ്ഫുൾ ആവുന്ന ഒരാള്, അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെട്ടിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാള്, നമ്മൾ പൊതുവെ അയാളെ പറ്റി എന്താ പറയാ, ഇയാൾ അങ്ങനെയാണ്. അത് പക്ഷെ അയാളുടെ ഒരു ഹെൽത്ത് കണ്ടീഷനോ അയാളുടെ ഒരു കണ്ടീഷനോ അല്ല. അയാൾ അങ്ങനെ ആയിരുന്നില്ല. അയാൾക്ക് ട്രിഗർ കിട്ടിയാണ് അയാൾ ആ ഒരു ബിഹേവിയറൽ പാറ്റേണിലേക്ക് എത്തുന്നത്. സോ അങ്ങനെ ഒരു ബിഹേവിയറൽ പാറ്റേണിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി സ്ട്രെസ് എന്ന് പറയുന്നത് അയാളുടെ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് വരാം, ഹെൽത്ത് ചാലഞ്ചസിലേക്ക് വരാം. അതൊരു പക്ഷേ ഡിപ്രഷനോ ആൻസൈറ്റിയോ ഓവേർട്ട് ആയിട്ടുള്ള ബിഹേവിയറോ ഒക്കെ അതിന്റെ പാർട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ട്രോമാറ്റിക് സിറ്റുവേഷൻസ് ഇല്ലേ, ചിലപ്പോഴും എന്തെങ്കിലും ആരുടെങ്കിലും ഡെത്തോ അല്ലെങ്കിൽ അങ്ങനെ ഈവൻ ട്രെയിൻ മിസ്സാവുക. നമ്മൾ ടൂർ പോകാൻ റെഡി ആയിരിക്കുന്നതായിരുന്നു ഒരു ഗ്രൂപ്പ് മുഴുവനായിട്ട്. അതിനകത്തുനിന്ന് ഒരാൾ എറണാകുളത്ത് എത്തണം, എറണാകുളത്തുനിന്ന് എല്ലാവരും കൂടിയിട്ട് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യുന്നത്. അതേ സമയത്ത് എറണാകുളത്തേക്കുള്ള ട്രെയിൻ മിസ്സായി. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ആ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അയാളുടെ മനസ്സിൽ വന്നിട്ട് അതങ്ങ് പോവോ? ഇല്ല. ഡെത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, ഈവൻ എക്സാംസ് ആയിക്കോട്ടെ, ഇതൊക്കെ അയാളുടെ ഉള്ളിലും ഒരു ഫിസിക്കൽ ഇംപ്രിന്റ്, മാനസികമായിട്ട് മാത്രമല്ല ഫിസിക്കലിയും പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സോ ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഫിസിക്കൽ ഇംപ്രിന്റ് ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും അതിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു കണ്ടീഷനിങ്, നമ്മുടെ ബിഹേവിയറിനെ കുറച്ചായിട്ട് നമ്മൾ തന്നെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ഒരു കണ്ടീഷനിങ് ലെവലിലേക്ക് പലപ്പോഴും ട്രോമാറ്റിക് സിറ്റുവേഷൻസ് എത്താറുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, ഇങ്ങനെ എന്തുകൊണ്ട് ഒരാൾ ഇരിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കാം, ഒരു പക്ഷെ ജോബ് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ല ഇതൊക്കെ ഈ ഒരു ഇരുത്തത്തിന് അതൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നതുകൊണ്ടായിരിക്കാം. അത് അത്രയും കാലം ഫാമിലി നോക്കിക്കൊണ്ടിരുന്ന ഒരു പക്ഷേ ഏട്ടനായിരിക്കാം. ഏട്ടൻ ഗൾഫിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ആവശ്യത്തിന് വേറൊരു സ്ഥലത്തേക്ക് പോയി, ഈവൻ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് ഇതൊക്കെ സ്ട്രെസ് വരാനുള്ള പല റീസൺസിൽ പെടുന്നു. ഓക്കെ, അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു ഇരുത്തത്തിന് നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ റീസൺസ് വരാം എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഫാമിലി ഹെൽത്ത് പ്രോബ്ലംസ് ആയിരിക്കാം, അതല്ലെങ്കിൽ പേഴ്സണൽ പ്രോബ്ലംസ് ആയിരിക്കാം, ഹെൽത്ത് ചലഞ്ചസോ അല്ലെങ്കിൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, വീട് മാറണം. അതുപോലെ തന്നെ ഈവൻ ചില ആൾക്കാർക്ക് വലിയ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധവും അല്ലെങ്കിൽ ആ സിമിലർ ആയിട്ടുള്ള പല ഇവന്റ്സും ആയിരിക്കാം. ഈ ദേ പുട്ട് എന്ന് പറയുന്ന കട അടിച്ചു പൊളിച്ചു അവിടെ ദുബായില് എന്ന് പറഞ്ഞ സമയത്ത് ഈവൻ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ് ഇവിടെ ആൾക്കാർ കൊണ്ടു നടന്നത്. സോ പല രീതിയിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ആ കോസിന്റെ വലിപ്പവും കോസിന്റെ ഇന്റൻസിറ്റിയും ഒക്കെ മാറും. സോ സ്ട്രെസ്സർ എന്ന് പറയുന്നത് പല രീതിയിലാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. ബട്ട് ഇതൊക്കെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അതവിടെയാണ് ചോദ്യം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷനെ പറ്റിയിട്ടും നമ്മൾ ചെറുപ്പം മുതലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ ഇമേജസ് ഉണ്ട്, അല്ലെ? ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് കോസിലേക്ക് എത്തുന്നത്. നമ്മള് ആ ഒരു മെന്റൽ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഓരോ സിറ്റുവേഷനെ പറ്റിയിട്ടും ഓരോ ആളെ പറ്റിയിട്ടും ചില സമയത്ത്, ഇപ്പം നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് തരുന്ന ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ലെൻസ് വഴി മാത്രമാണ് പിന്നെ നമ്മൾ ഓരോന്നും കാണുമ്പോൾ, ആദ്യമായിട്ട് ബസ്സിൽ കയറുന്ന ഒരാളുടെ അടുത്ത് പോക്കറ്റ് അടി കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? കൂടെ അയാളുടെ പോക്കറ്റ് ടച്ച് ചെയ്തോണ്ടിരിക്കും, അല്ലെ?
അവിടെ ഉണ്ട് പേഴ്സൺ എന്ന് ഉറപ്പിക്കാൻ. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയാളുടെ മെന്റൽ ഫ്രെയിംവർക്ക് എന്തിലേക്ക് പോയി? ആ പേഴ്സൺ എന്നുള്ളതിന്റെ കോൺഷ്യസ്നെസ് അതിലേക്ക് അയാൾ ബോധപൂർവം മാറ്റുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് അയാളുടെ പേഴ്സൺ ഒരുപക്ഷെ വീണുപോയത് പോലും ആണെങ്കിലും അയാൾ ആദ്യം ഏത് രീതിയിലാണ് ചിന്തിക്കുക? ആരോ പോക്കറ്റ് അടിച്ചു എന്നുള്ള രീതിയിലേക്ക്. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കളക്ട് ചെയ്തിരിക്കുന്ന മെന്റൽ മോഡൽ അതിനെ പൂർണ്ണമായിട്ടും ആ ഇവന്റ് എന്തോ ആയിക്കോട്ടെ ഇവന്റിനെ പെർസീവ് ചെയ്യുന്ന നമ്മൾ കാണുന്ന രീതിയെ പൂർണ്ണമായിട്ട് സ്വാധീനിക്കും. അത് മിക്കവാറും നോർമൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഇവന്റ്സിനെയൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ നമ്മൾ അതിനെ കുറച്ച് കുറച്ചായിട്ട് വളർത്തും. അങ്ങനെ ഒരു ഫ്രെയിം വർക്ക്. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ടെൻസ് ആയിട്ട് മാത്രം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ മക്കളും ഏതാണ്ട് അതുപോലെ ആയിരിക്കും. വളരെ കൂളായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ മക്കള് വളരെ കൂളായിട്ട് തന്നെ വരുന്നതാണ്. ഇതിനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് മുതലുള്ള ചെറുപ്പം മുതൽ തന്നെയുള്ള നമ്മുടെ ആ മെന്റൽ ഇമേജ് മെന്റൽ മോഡലും ഒക്കെ അതിനനുസരിച്ച് റെഡി ആവുന്നതാണ്. നോർമലി ആരുടെ മെന്റൽ ഇമേജസ് ആണ് നമ്മൾ എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ നമ്മളെ ഓവർ പവർ ചെയ്തിട്ട് നമുക്ക് അത് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരുന്ന ചില ആൾക്കാര്, അവരാണ് നമ്മുടെ ഉപദേശകർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഉപദേശകരാണ് ഒരുപക്ഷെ അത് ഈവൻ കുട്ടികളുടെ സമപ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തില് കുറച്ചുകൂടി ലീഡർഷിപ്പ് കാണിക്കുന്ന കുട്ടികൾ പോലും അവർ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ഇമേജ് കൊടുക്കും. സോ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ചില ഇമേജസ് എന്തൊക്കെയാണ്? സ്ട്രെസ് വരാനുള്ള ഇമേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ പര്യാപ്തനല്ല, എനിക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കുമ്പോൾ. രണ്ടാമത്തത്, എനിക്ക് ആരും ഇല്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരാരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവർ എന്നെ വിശ്വസിക്കില്ല, കാരണം ഓൾറെഡി എൻ്റെ ആ ട്രസ്റ്റ് പോയി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് മതിയാവില്ല എന്നുള്ളൊരു തോന്നല്. അതുപോലെ തന്നെ നമ്മുടെ പുറത്തുള്ള ലോകം എന്ന് പറയുന്നത് പൊതുവെ അൺസേഫ് ആണ്. അവിടെ നമുക്ക് അത്ര സേഫ്റ്റി ഇല്ല. അതുകൊണ്ട് പലതരത്തിലുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ആവേണ്ടി വരും എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതും അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒറ്റ ജീവിതമുള്ളൂ, ഈ ഒരൊറ്റ ജീവിതത്തിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റണം, ഇതും സമ്മർദ്ദത്തിന് കാരണമാവാം. ഇങ്ങനെയുള്ള പല ഇമേജസും നമ്മൾ കൊണ്ടു നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു ആൾട്ടേർഡ് കോൺഷ്യസ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആൾട്ടേർഡ് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള റെസ്പോൺസസ് ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് നമ്മൾ ആ ഓൾറെഡി ത്രെട്ട് എന്ന് നമ്മൾ വിചാരിച്ച്, ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഭീഷണി, അങ്ങനെയുള്ള ഒരു ഭീഷണിയായിട്ടുള്ള സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ചിന്തിക്കാൻ തുടങ്ങുന്നതും ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. സോ മാക്സിമം കാര്യങ്ങളിലും ഒരു പോരായ്മയാണ് നമ്മുടെ മെന്റൽ ഇമേജിൽ ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ ഞാൻ പോരാ എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ. സോ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു കോമൺ ഫീലിംഗ് എന്താണ്? നമ്മളിപ്പോ ചെയ്യുന്ന ആക്ടിവിറ്റീസും നമ്മുടെ ബ്രെയിനും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയും നമ്മുടെ ബ്രെയിനും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ വന്ന സമയത്ത് ഞാൻ ഇതിനു മുമ്പ് ഏതൊരു സെഷനിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ വഴി നമ്മൾ കൂടുതൽ അങ്ങനെ മറ്റുള്ളവരെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് പോകുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് ആക്ച്വലി കൂടുകയാണ് ചെയ്യുന്നത്. അത് കൂടാനുള്ള റീസൺ എന്താ? നമുക്ക് നമ്മുടെ ശരീരത്തിനോടുള്ള ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റീവ് റിലേറ്റഡ് ആയിരിക്കാം. എനിവേ നമുക്ക് കൂടുതൽ പെർഫോം ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പൊതുവെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം? പല രീതിയിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. അത് ഈ അഡാപ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ടൊന്ന് യോജിച്ച് പെരുമാറാൻ, അല്ലെങ്കിൽ അതിന്റെ ഒന്നിച്ച് ഒത്തുപോകാൻ തുടങ്ങും. ഇങ്ങനെ ഈ ഒത്തുപോകാൻ തുടങ്ങുന്ന രണ്ട് രീതിയിലാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസസ് ആണ്. ഒന്നുകിൽ നമ്മൾ ആ ഭീഷണിയെ തുരത്താൻ ശ്രമിക്കും, അത് നമ്മൾ അതിനെ എതിരിട്ടിട്ട് തുരത്താൻ ശ്രമിക്കും. അതല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഓടിപ്പോകാൻ ശ്രമിക്കും.
അപ്പൊ ഈ നമ്മൾ അതിനെ എതിരിടുകയാണ് ചെയ്യുന്നതെങ്കിലും, അല്ലെങ്കിൽ അവിടുന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നതെങ്കിലും, തീർച്ചയായിട്ടും നമുക്ക് എന്തുവേണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം, നമ്മുടെ ബോഡി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം. ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നെക്സ്റ്റ്? നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആവണം, അല്ലെ? ഇപ്പൊ പല കേസുകളിലും നമ്മുടെ ചില സ്ട്രെസ്, ഇപ്പൊ ജോലിയുടെ പറയാം, അല്ലെങ്കിൽ ഫാമിലി, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഫാമിലിയിലാണ് നമ്മൾ ചെന്നുപെട്ടിരിക്കുന്നത്. പുതുതായിട്ട് കല്യാണം കഴിച്ചു പോകുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ സംബന്ധിച്ച് ആ ചെക്കന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുവരെ ആ കുട്ടി കാണാത്ത ഒരു പുതിയ ലോകമാണ് അവിടെ ഉള്ളത്. ആ ലോകത്ത് ഒത്തുപോകാൻ വേണ്ടിയിട്ട്, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കും. അവിടുന്ന് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഓടിപ്പോവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല. അതിനെ ഫൈറ്റ് ചെയ്യാനും പറ്റില്ല, അല്ലെ? അവിടെ കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ എൻഗേജ്മെന്റ് കുറച്ച് കുറച്ചായിട്ട് കുറയും. പുറത്ത് ഇതുവരെ ഉണ്ടായിരുന്ന എൻഗേജ്മെന്റുകളൊക്കെ മാറിയിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മളൊരു ഷട്ട് ഡൗൺ സ്റ്റേജിലേക്ക് പോകാം. ഈ ഷട്ട് ഡൗൺ സ്റ്റേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ എങ്ങനെ വരണം? ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റിലേക്ക് എത്തിയിട്ട് പിന്നെ വേണം നോർമൽ സോഷ്യൽ എൻഗേജ്മെന്റിലേക്ക് വരാൻ. ഈ ഒരു ടോപ്പിക് കുറച്ച് കട്ടി ആയിരിക്കാം, പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷട്ട് ഡൗൺ, ടോട്ടലി ഷട്ട് ഡൗൺ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്ന് തിരിച്ച് അവര് സോഷ്യൽ എൻഗേജ്മെന്റിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങണമെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ അയാള് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസസ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് തിരിച്ചു വന്നാലേ അത് പോസിബിൾ ആവുള്ളൂ. ഇവിടെ ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറൽ അഡാപ്റ്റേഷനും ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനും സൈക്കോളജിക്കൽ അഡാപ്റ്റേഷനും മൂന്നും ഉണ്ട്. നമ്മൾ ബിഹേവിയറൽ അഡാപ്റ്റേഷൻ പെട്ടെന്ന് നമുക്ക് പല ആൾക്കാർക്കും പറയാം, ചിലപ്പോ ഇതുവരെ കള്ളുകുടിക്കാൻ തുടങ്ങാത്ത ആൾക്കാർ കള്ളുകുടിക്കാൻ തുടങ്ങുക, അത് നെഗറ്റീവ് വേയില് അതിനെ കാണുന്ന ഒരു രീതിയാണ്. അതേസമയത്ത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടോ ബുക്ക് വായനയിലേക്ക് പോകുന്നതോ ഒക്കെ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ആണ്. പുതിയതായിട്ട് ഇതൊരു പക്ഷേ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. കാരണം ഞാൻ വീട്ടിൽ നിന്ന് എയർഫോഴ്സിലേക്ക് ആദ്യമായിട്ട് പോയ സമയത്ത് ടോട്ടലി ഇവിടുത്തെ ഫാമിലി ലൈഫ് നിന്ന് മാറിയിട്ട് പുതിയൊരു സിറ്റുവേഷനിലേക്ക് എത്തി. അവിടെ കുറെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. 2 വർഷത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ പുതിയൊരു സ്ഥലത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ വന്ന സമയത്ത് ആ 2 വർഷം ഫാമിലി ആയിട്ട് ഒഴിവായതിനു ശേഷമുള്ള ഒത്തിരി ഫ്രണ്ട്സും അങ്ങനെയുള്ള ഒരു സർക്കിളായിരുന്നു. ആ സർക്കിളിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ പോകുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ ഐ ക്യാൻ ബി, ഞാനൊരു നെഗറ്റീവ് വേയിൽ അതിനെ വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ അതിനെ പോസിറ്റീവ് വേയിൽ എങ്ങനെയെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ നോക്കാം. അവിടെ ഞാൻ ബുക്ക് റീഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക്, പുസ്തക വായനയിലേക്കാണ് ഞാൻ കൂടുതലായിട്ട് പോയത്. അതുകൊണ്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്റെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനെ കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ട് കാണാൻ പറ്റി. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ ആസ്പെക്ട്സും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവണം. അങ്ങനെ ആവുമ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പരിസ്ഥിതിയെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, സ്ട്രെസ് നമ്മുടെ ഉള്ളിൽ എന്താ ചെയ്യുന്നത്? ഇതുവരെ പറഞ്ഞതൊക്കെ സ്ട്രെസ്സിനെ പറ്റിയിട്ടായിരുന്നു. സോ സ്ട്രെസ് എന്താണ് ബോഡിയുടെ ഉള്ളിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 രീതിയിലാണ് വർക്കുള്ളത്. ഒന്ന് ഷോർട്ട് ടേം, ചെറിയ ഒരു പെട്ടെന്നുള്ള ആക്ടിവിറ്റി എന്തൊക്കെയാണ് ബോഡിയിൽ സംഭവിക്കുന്നത്? നമ്മുടെ ശ്വാസം പെട്ടെന്ന് ഫാസ്റ്റ് ആവും, അല്ലെ? അതുപോലെ തന്നെ ഹേർട്ട് ബീറ്റ് കൂടും. നമ്മുടെ ഓൾറെഡി ബ്ലഡ് വെസൽസ് ഒക്കെ കുറച്ചുകൂടി ഡയലേറ്റ് ആവും, കൂടുതൽ ബ്ലഡ് പോകാൻ വേണ്ടിയിട്ട്, ന്യൂട്രിയൻസിനെ കൂടുതൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒക്കെ അത് കുറച്ചുകൂടി ഡയലേറ്റ് ആയി അതിന്റെ വ്യാപ്തം കൂടും. അങ്ങനെ കൂടുന്ന സമയത്തൊക്കെ അത് നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കിന്നും അല്ലെങ്കിൽ മുടി ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെയാണ് ഇപ്പോൾ വേണ്ടത്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആണ് റെസ്പോൺസ് വരുന്നത്. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലേക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടത് മാത്രം ചെയ്തിട്ട് അപ്രധാനമായ, അല്ലെങ്കിൽ സൗന്ദര്യവും അതുപോലെ തന്നെ ദഹനം ഇതുപോലെയുള്ള അപ്രധാനമായ കാര്യങ്ങളെ മാറ്റിവെച്ച്, ഈവൻ പുനരുൽപാദനം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ തൽക്കാലത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന് വേണ്ടിയിട്ട് റെഡിയാക്കും. ലോങ് ടേം റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാല്
അത് കുറെ കഥയുണ്ട്. സോ അതിലേക്ക് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരാം. സോ ബോഡിയിൽ സ്ട്രെസ് എഫക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചില ഹോർമോണുകൾ വഴിയാണ്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്തൊക്കെ സിഗ്നലിംഗ് നടക്കുന്നുണ്ടെങ്കിലും അത് മാക്സിമം പലതരത്തിലുള്ള ഹോർമോണുകൾ വഴിയാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോലും വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഒരു പാത്വേ, ഒരു വഴി ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഹോർമോണുകൾ വഴിയാണ്. സോ ഇങ്ങനെയുള്ള ഹോർമോണുകൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം, ഒന്ന് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന് പറയും, രണ്ടാമത്തത് കോർട്ടിസോൾ. ഇങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യും, കാർഡിയോ വാസ്കുലർ ഫംഗ്ഷനെ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കും. അത് കുറെ കൂടുതലായിട്ട് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡിസ്ഫങ്ഷൻ, ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാത്ത നിലയിലേക്ക് എത്തും. തൈറോയിഡ് നോർമലി വർക്ക് ചെയ്യണം, അതിനൊന്ന് ഫാസ്റ്റ് ആക്കും. അത് സ്ഥിരമായിട്ട് വരുമ്പോൾ ഡിസ്റെഗുലേഷൻ നടക്കും. ഗട്ട്, ദഹനമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൽക്കാലത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്യും. പിന്നീട് എന്ത് സംഭവിക്കും? അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഗട്ടിലത്തെ മൈക്രോബയോം അല്ലെങ്കിൽ വയറിനകത്തുള്ള ഒരു ബാക്ടീരിയൽ കോളനിയെ ചിലപ്പോൾ അത് ഡിസ്റ്റർബ് ചെയ്യും. ഹോർമോണൽ ഇംബാലൻസസും ഇതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കാം. എങ്ങനെയെന്നുള്ളത് ജസ്റ്റ് ഞാൻ അതിലേക്ക് കൂടി പോവാം. ഇത് ഒരു പാറ്റേൺ. രണ്ടാമത്തെ ഒരു പാറ്റേൺ കൂടി വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബുക്ക് റീഡിങ്, വായനയുടെ ഒരു കാര്യം പറഞ്ഞു. അതേ സമയത്ത് ചില മോശം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാലോ. അപ്പൊ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതുപോലുള്ള കാര്യങ്ങൾ. ഈവൻ ചില ആൾക്കാർ കൂടുതൽ ഭക്ഷണം കഴിക്കും, ഫുഡ്. ഈ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതും അയാളെ സംബന്ധിച്ച് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൂടാതെ ചില ആൾക്കാർ ഫ്രീസ് മോഡ്സിലേക്ക് പോകും. ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഷട്ട് ഡൗൺ ചെയ്തു. അയാളെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അത് ഈവൻ ചിലപ്പോൾ എക്സസൈസ്, ഞാൻ ഇന്ന് എക്സസൈസ് ചെയ്യുന്നില്ല, എന്താ റീസൺ? രാവിലെ ഭാര്യയായിട്ട് വഴക്കുണ്ടായി. എന്ത് റീസൺ കൊണ്ടും വേണമെങ്കിൽ നമുക്ക് ഈ ഷട്ട് ഡൗണിലേക്കോ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിലേക്കോ പോവാം. ഇതുകൊണ്ടൊക്കെ ആദ്യം ആരാണ് എഫക്ട് ചെയ്യുന്നത്? ഇറ്റ്സ് യു. ആരാണോ ആ സ്ട്രെസ്സിനെ ആ ഒരു രീതിയിൽ, മോശം രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്, അയാൾക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. സോ സ്ട്രെസ് ബ്രെയിനില് നമുക്ക് അങ്ങനെ ഒരു സ്ട്രെസ്സർ, ഒരു പെർസെപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യും രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളെ, കോർട്ടിസോൾ അതുപോലെ തന്നെ അഡ്രിനാലിൻ. ഇങ്ങനെയുള്ള രണ്ട് ഹോർമോണുകളും എങ്ങനെയൊക്കെയാണ്? ശരിക്കും അഡ്രിനൽ ഗ്ലാൻഡ് ആണ് ഈ രണ്ട് ഹോർമോൺ ഉണ്ടാക്കുന്നത്. ഇത് മാത്രമാണ് ഉണ്ടാക്കുന്നത് അല്ല. ഇത് കൂടാതെ മറ്റു പല ഈവൻ മിനറലോ കോർട്ടിക്കോയിഡ്സ്, അതുപോലെ തന്നെ ആൻഡ്രോജൻ, ടെസ്റ്റോസ്റ്ററോൺ, ഇതുപോലുള്ള മറ്റ് ഹോർമോണുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ചിലതൊക്കെ ഈവൻ നമ്മുടെ ബോഡിയിൽ സ്റ്റെറോയിഡിന്റെ എഫക്റ്റ് തരാൻ ഹെൽപ്പുള്ള ഹോർമോണുകൾ പോലും ഉണ്ട്. സോ ഇതിന്റെ എഫക്റ്റ് ഒക്കെ നമ്മുടെ ബോഡിയെ ബാധിക്കുന്നുണ്ട്. കോർട്ടിസോളും അഡ്രിനാലിനുമാണ് പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണുകൾ എങ്കിലും ഈ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ ഇതെന്താ പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യുന്നത്? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള സഡൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്താ ഈ സഡൻ എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിച്ച ഒരാളാണ്, കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് കാർ ഓടിക്കുന്നുണ്ട്. ഈ കാർ ഓടിച്ചിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ മാർക്കറ്റിലേക്ക് പോവായിരുന്നു. പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു ആള് വണ്ടിയുടെ മുന്നിൽ വന്നു. ഈ മുന്നിൽ വരുന്ന സമയത്ത് അന്നേരം തന്നെ നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവ് ആവും. ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രേക്ക് അമർത്താൻ പറയും, അല്ലെ? നിങ്ങൾ ചിന്തിക്കുവോ ഞാനിപ്പോ ബ്രേക്ക് അമർത്തണോ, അല്ല അയാൾ പോവോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണോ ചെയ്യുക? അല്ല. അവിടെ അത് സഡൻ മീൻസ് റിഫ്ലക്സ് ആക്ഷനിലേക്കാണ്. നിങ്ങളുടെ കണ്ണിലേക്ക് പെട്ടെന്ന് ഒരാള് ഒരു കയ്യോ അല്ലെങ്കിൽ ഒരു പേനയോ കുത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് കണ്ണിന്റെ പോളെ അടയുന്ന അതേ ഫാസ്റ്റ്നെസ്സിലാണ് നിങ്ങളുടെ ബ്രെയിൻ ബ്രേക്ക് അമർത്തുന്നത്, അല്ലെ? ഈ ഒരു ക്വിക്നെസ്, ഈ ഒരു ഫാസ്റ്റ്നെസ് കൊണ്ടാണ് എപ്പിനെഫ്രിൻ ഒത്തിരി കാര്യങ്ങൾ സഡൻ ആയിട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഈവൻ ഹേർട്ടിന്റെ ഹേർട്ട് ബീറ്റ് കൂടുന്നതും, അല്ലെങ്കിൽ നേരത്തെ ഈവൻ ഫിസിക്കൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് വളരെ കൂടും ആ സമയത്ത്, അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില സിറ്റുവേഷനിൽ ഇതുവരെ ശക്തി ഉണ്ടെന്ന് വിചാരിക്കാത്ത ആൾക്കാര് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ, ചിലപ്പോ ഹാൻഡിക്യാപ്പ് ആയിട്ടുള്ള ആളുകൾ പോലും സംസാരിക്കാൻ തുടങ്ങുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ
ആളെ എടുത്തിട്ട് ഓടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയാ? അവിടെ ഫിസിക്കൽ സ്ട്രെങ്ത് തന്നെ കൂടും, ഗ്രേറ്റർ എനർജി അയാൾക്ക് ഉണ്ടാവും, BP കൂടും, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്റ്റ് ആവും, ഷുഗർ ലെവല് വളരെ പെട്ടെന്ന് കൂടുതൽ അവൈലബിൾ ആയിരിക്കും. ഇതിനു വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പ്രധാനപ്പെട്ട സിസ്റ്റംസ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യും, ലിവർ ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഓൾറെഡി ഗ്ലൈക്കോജൻ നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ കൺവേർട്ട് ചെയ്തിട്ട് ഷുഗറിലേക്ക് മാറ്റും. അതുകൊണ്ട് തന്നെ ഈ ഷുഗറിന്റെ അവൈലബിലിറ്റി ബ്ലഡിൽ കൂടുതലായിരിക്കും ആ സമയത്ത്. ഡൈജസ്റ്റീവ് സിസ്റ്റം തൽക്കാലത്തേക്ക് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യും. ഇതിപ്പോ ആവശ്യമില്ല, ഇനിയിപ്പോ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഷുഗർ എടുക്കാനൊന്നും സമയമില്ല. അതുപോലെ തന്നെ BP കൂടുമെന്ന് പറഞ്ഞു. BP കൂടുമ്പോഴാണ് നമ്മുടെ ന്യൂട്രിയൻസ് മീൻസ് എല്ലാ പേശികൾക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും ന്യൂട്രിയൻസിന്റെ ഒരു ഒഴുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഓക്സിജൻ കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്വാസകോശം പെട്ടെന്ന് ഇൻഹലേഷൻ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യും. അതേ സമയത്ത് കോർട്ടിസോൾ എന്താ ചെയ്യുന്നത്? കോർട്ടിസോൾ അവിടെ ആ ഒരു ന്യൂട്രിയന്റ് ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ATP സിന്തസിസ് അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുക. മീൻസ് എനർജി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇൻസുലിനെ തൽക്കാലത്തേക്ക് കോർട്ടിസോൾ ഡൗൺ ചെയ്യും. അവിടെ ഷുഗർ കൂട്ടി അതിന്റെ ഒന്നിച്ച് തന്നെ ഇൻസുലിനെ ഒന്ന് കുറക്കും. ഇൻസുലിൻ എന്താണ് അവിടെ പൊതുവെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലത്തെ ഒരു സ്റ്റോറേജ് ഹോർമോൺ ആണ്. ഷുഗറിന്റെ അളവ് മെഷർ ചെയ്തിട്ട് ഈ ഷുഗറിനെ എക്സസ് ഉള്ളതിനെ പിടിച്ച് ഫാറ്റിലേക്ക് മാറ്റുന്ന ഒരാളാണ് ഇൻസുലിൻ. അപ്പൊ ആ ഇൻസുലിന്റെ അളവ് കുറക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഷുഗറിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് കുറക്കും. പ്രോട്ടീൻ എന്തിനാണ്? നമ്മുടെ ശരീരം മുഴുവനും പ്രോട്ടീൻ കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പ്രോട്ടീൻ പുതുതായിട്ട് ഉണ്ടാവുന്നത് കുറയ്ക്കുകയും ചെയ്യും. ഓൾറെഡി ഉള്ള പ്രോട്ടീനിൽ നിന്ന് ഷുഗറിലേക്ക് കൺവേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇത് രണ്ടും ചെയ്യുമ്പോൾ ശരീരത്തിൽ ഓൾറെഡി ഉള്ള പല അവയവങ്ങളെയും ബാധിച്ചിട്ട് അത് ആ അവയവങ്ങളിൽ നിന്ന് പ്രോട്ടീൻ എടുത്തിട്ട് ഷുഗറിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ഉദാഹരണം, ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് കോർട്ടിസോൾ ലെവൽ ഉയർന്നു നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം അയാളുടെ എല്ലിന്റെ ഭാഗത്തു നിന്ന് പോലും പ്രോട്ടീനെ എടുത്തിട്ട് ഷുഗറിലേക്ക് മാറ്റുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ അവിടെ ബ്രേക്കിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ പ്രോട്ടീൻ ബ്രേക്കിംഗ് നടക്കുന്ന സമയത്ത് അതിന് ആനുപാതികമായിട്ട് പ്രോട്ടീൻ മേക്കിംഗ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കാരണം. ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ബ്രെയിനിലേക്ക് കൊടുക്കാൻ തുടങ്ങും. ഗ്ലൂക്കോസ് ബ്രെയിനിലേക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? അൽഷിമേഴ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാം. സോ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കിട്ടാത്ത അവസ്ഥയൊക്കെ ഈ ഒരു കോർട്ടിസോളിന്റെ ഭാഗമാണ്. എങ്ങനെയാണ്? കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബ്രെയിനിനെ എങ്ങനെ എഫക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് 3 രീതിയിലാണ് അത് വരുന്നത്. ഒന്ന് കോർട്ടെക്സ് എന്ന് പറയുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ, അതുപോലെ തന്നെ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, മൂഡ്, ഇതിനെയൊക്കെ എഫക്ട് ചെയ്യും. ഹിപ്പോ ക്യാമ്പസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ എഗൈൻ മെമ്മറി ആയിട്ടുള്ള ഡെയിലി ഇവന്റ്സിന്റെ മെമ്മറി, സ്പേഷ്യൽ മെമ്മറി എന്ന് പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് മാറ്റും. അതുപോലെ തന്നെ അമിഗ്ഡാല പൊതുവെ എന്താ ചെയ്യുന്നത്? ആങ്സൈറ്റി, ഫിയർ പോലെയുള്ള കാര്യങ്ങളിലാണ് ഭയം, അതുപോലെ തന്നെ ആങ്സൈറ്റി, നമ്മൾ പെട്ടെന്ന് ആ ഒരു ആങ്ഷ്യസ് സിറ്റുവേഷനിലേക്ക് എത്തുന്നില്ലേ, അതിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് അമിഗ്ഡാല. ഈ 3 ഭാഗങ്ങളെയാണ് പ്രധാനമായിട്ട് ഈ ബ്രെയിനിൽ എഫക്ട് ചെയ്യുന്ന സമയത്ത് വരുന്നത്. എന്തിനാ ഇതൊക്കെ എഫക്ട് ചെയ്യുന്നതെന്നറിയോ? ഇവിടുന്ന് വേണം അവിടെ കോർട്ടിസോളിന്റെയും അഡ്രിനാലിന്റെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അഡ്രിനൽ ഗ്ലാൻഡിലേക്കുള്ള സിഗ്നൽ പോവാൻ. ഇവിടെ എന്താ ഉള്ളത്? പിറ്റ്യൂട്ടറിയും അതുപോലെ തന്നെ ഹൈപ്പോതലാമസ്, 2 പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഈ ഒരു ബ്രെയിനിലുണ്ട്. ഈ ബ്രെയിനിൽ നിന്ന് വേണം ഇതൊക്കെ അങ്ങോട്ട് പോവാൻ. അതെവിടെയാ? കിഡ്നിയുടെ തൊട്ട് മുകളില. ആ അഡ്രിനാലിനിലേക്ക് പല രീതിയിലുള്ള മെസ്സേജസ്, ഹോർമോൺ വഴി മെസ്സേജസ് പോകുമ്പോൾ കോർട്ടിക്കോട്രോപ്പിൻ പോലെയുള്ള ഹോർമോണുകളാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ ഒരു ഹോർമോൺ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് എത്തിയിട്ട് അത് അവിടുന്ന് കോർട്ടിസോൾ ഉണ്ടാക്കാൻ പറയും. ഈ കോർട്ടിസോൾ അഗെയിൻ ഹൈപ്പോതലാമസിനെ റെസ്പോണ്ട് ചെയ്യും. ഒരു ഹോർമോൺ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 രീതിയിലാണ് പൊതുവെ വർക്ക് ചെയ്യുക. ഒന്നുകിൽ ആ ഒരു ഹോർമോൺ ഒരു കോശത്തിന്, ഒരു പേശിയിൽ പോയി വർക്ക് ചെയ്യും.
അല്ലെങ്കിൽ ഒരു അവയവത്തിൽ പോയി വർക്ക് ചെയ്യും, ലിവർ പോലെയുള്ള. അതല്ലെങ്കിൽ മറ്റൊരു എൻഡോക്രൈൻ ഗ്ലാൻഡിൽ പോയി വർക്ക് ചെയ്യും. ഇവിടെ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന കോർട്ടിസോൾ ഹൈപ്പോതലാമസിനെ പോയി എഫക്ട് ചെയ്തിട്ട് എഗെയിൻ ആ ഒരു കോർട്ടിസോൾ ലെവലുമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടുന്നുള്ള മറ്റു മെസ്സേജസ് ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ എവിടെയൊക്കെ എഫക്ട് ചെയ്യണം, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ ഹാർട്ട്, ലങ്സ്, ഇതുപോലുള്ള സിസ്റ്റത്തിനേക്ക് എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കണം. സോ അങ്ങനെ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ആണ് ഈ ഒരു സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റത്തിൽ വരുന്നത്. ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ഇൻസുലിനുമായിട്ടുള്ള ഒരു റിലേഷൻ നോക്കാം. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, കൂടുതൽ നമ്മുടെ ബോഡിയിൽ എന്ത് വേണം, ഷുഗർ വേണം അല്ലെ. ഈ ഷുഗർ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിന്റെ ലെവല് കുറക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻസുലിൻ അതിനെ ഒന്നുകിൽ സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേശികളിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നല്ല, പേശികളിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യിക്കും. അതേസമയത്ത് ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആ സമ്മർദ്ദത്തിൽ നിൽക്കുകയാണ്. അവിടെ എന്താണ് ആക്ഷൻ, അതിന് വേണ്ടിയിട്ട് റെഡിനെസ്സിലാണുള്ളത്. ഇപ്പൊ നമുക്ക് അതിന്റെ യൂസേജ് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇൻസുലിന്റെ ലെവൽ കുറച്ചിട്ട് ഇതിനെ നോർമലി അതിനെ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലത്തെ ബ്ലഡ് ഷുഗറിന്റെ അളവ് വളരെ കൂടുതൽ. ഷുഗറിന്റെ അളവ് കൂടുമ്പോൾ ഡയബറ്റീസ് വരില്ലേ? മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട്. ആക്ച്വലി ഇൻസുലിൻ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഹോർമോൺ ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഹോർമോണുകളെ എഫക്ട് ചെയ്യാനും ഈ ഒരു കാര്യം മതിയാവും. കോർട്ടിസോളും തൈറോയിഡ് ഗ്ലാൻഡും. തൈറോയിഡ് ഗ്ലാൻഡ് എന്തൊക്കെയാ പ്രധാനപ്പെട്ട ഹോർമോൺ ഉണ്ടാക്കുന്നത്? T3 T4 രണ്ട് പ്രധാന തൈറോയിഡ് ഹോർമോണുകളാണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ എന്താ? TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ ഹോർമോണിനെ എഫക്ട് ചെയ്യുന്നത് കോർട്ടിസോളാണ്. അങ്ങനെ എഫക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ കോർട്ടിസോൾ കൂടുമ്പോൾ തൈറോയിഡ് ഫംഗ്ഷനെ ടോട്ടലി അങ്ങ് കുറക്കും. തൈറോയിഡ് കുറയുമ്പോഴെന്താ? ഹൈപ്പോ തൈറോയിഡിസം വരും. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ ഹോർമോൺ ടാബ്ലറ്റുകളിലേക്കോ ഒക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇതിന്റെ ഒക്കെ ക്ലിയർ ആയിട്ടുള്ള സയൻസ് ഉണ്ട്. ആ സയൻസിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് നമ്മുടെ സ്റ്റെറോയിഡ് ഹോർമോൺസ്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രെഡ്നിനോളോൺ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്റ്റെറോയിഡ് ഹോർമോണിൽ പെടുന്നതാണ് ആൻഡ്രോജൻസ് ഒക്കെ. ഈസ്ട്രോജനും ടെസ്റ്റോസ്റ്റെറോണും ഒക്കെ വരുന്നത് ഈ ഒരു സ്റ്റെറോയിഡ് ഹോർമോണിലാണ്. സ്റ്റെറോയിഡ് ഹോർമോണുകളിൽ ഇതിന്റെ എഫക്റ്റ് വരുമ്പോൾ ഹോർമോണിന്റെ അളവ് കുറയാണ് ചെയ്യുക. ഇത് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് പെയിനും മറ്റു പ്രശ്നങ്ങളും വരും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സെൻസ് ചെയ്യും. കൂടാതെ ഇൻഫ്ലമേഷൻസ് വരാൻ ബോഡിയിൽ. അതും പോരാതെ ഇവയൊക്കെ മറ്റു പല ഹോർമോണുകളെയും എഫക്ട് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ എഫക്ട് ചെയ്യുന്ന സമയത്ത് അത് മറ്റ് ഇഷ്യൂസിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക, ഇൻക്ലൂഡിങ് ഗ്രോത്ത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ ഇത് വരുന്നുണ്ട്. ഗട്ട് ഹെൽത്ത്, നമ്മുടെ വയറിന്റെ ആരോഗ്യം എന്ന് പറയാം. ഈ വയറിന്റെ ആരോഗ്യത്തിൽ വലിയൊരു സയൻസ് ആണ്. ഈ സ്ട്രെസ് കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥ ഷട്ട് ഡൗൺ ചെയ്യും. ദഹന വ്യവസ്ഥ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഓൾറെഡി കഴിച്ച ഭക്ഷണമൊക്കെ എങ്ങോട്ട് എത്തണം? അത് വൻകുടലിലേക്ക് എത്തും. വൻകുടലിൽ എത്തുമ്പോൾ അവിടെയുള്ള ഗട്ട് ബാക്ടീരിയ എന്ത് ചെയ്യും? അതിനെ ഫെർമെന്റ് ചെയ്യും. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവാം. അവിടെയുള്ള മൈക്രോബയോമിന്റെ കോളനി അതിൽ വേരിയേഷൻ വരാം. അതിൽ വേരിയേഷൻ വരുമ്പോൾ നമ്മുടെ മൂഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് കഴിച്ചു കഴിഞ്ഞാലും പോരാ എന്നുള്ള തോന്നലുണ്ടാവാം. ഇത് എഗെയിൻ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ടോട്ടലി ബാധിക്കും. ഇത് വരുന്ന സമയത്ത് എഗെയിൻ നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. സോ വയറിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം ഇവിടെ നാശകോശമാവും. സ്ട്രെസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വളരെ കൂടുതലായിട്ട് ബാധിക്കും. എഗെയിൻ ഇമ്മ്യൂണിറ്റിയെ ഷട്ട് ഡൗൺ ചെയ്യും. ഇനീഷ്യലി നമുക്ക് നോക്കുമ്പോൾ സ്ട്രെസ് വളരെ നല്ലതാണ്. നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ആവും. നമ്മുടെ എഫിക്കസി ടോട്ടലി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുകയാണ് ചെയ്യുക. അതേസമയത്ത് അത് കൂടുതൽ കാലം ഒരേ സ്ട്രെസ്സിൽ നിൽക്കുന്ന സമയത്ത് അക്യൂട്ട് സ്ട്രെസ് ആണെങ്കിൽ ഓക്കെയാണ്, പെട്ടെന്ന് ഹൈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. അതേസമയത്ത് കൂടുതൽ കാലം ഒരേപോലെ നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ജീവിക്കേണ്ടി വരുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ പെട്ടെന്ന് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചെന്ന് വെച്ചിട്ട് നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ല.
നമ്മൾ അവിടെ തന്നെ ഒട്ടും ഇഷ്ടപ്പെടാതെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാതെ നമ്മൾ മാറി താമസിച്ച സ്ഥലത്തേക്ക് എങ്ങനെ പൊരുത്തപ്പെടേണ്ടെന്ന് കഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട്. ഞാൻ ജസ്റ്റ് എൻവയോൺമെന്റിനെ ഒരു ഫാക്ടറായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓഫീസും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഇതിന്റെ പാർട്ടാണ്. കാരണം കോവിഡിന്റെ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള ഒരു കാരണം ജോലിക്ക് പോകണം, ജോലിക്ക് പോയിക്കൂടാ എന്ന് പലരും പറയുന്നു, അല്ലെങ്കിൽ പലരും അതിന്റെ സയൻസ് പറയുന്നു. അപ്പൊ ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കോവിഡ് വരുമോ എന്നുള്ള ഒരു സംശയം കൊണ്ടാണ് കൂടുതലായിട്ട് ആ ഒരു പ്രശ്നം വന്നത്. സംശയം അവിടെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ ഉണ്ടാക്കി വെച്ചിരിക്കുക നമ്മുടെ തലയിൽ. അതുകൊണ്ട് തന്നെ അത് നമ്മളെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുക. ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലേക്കും ഇതെത്താം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എവിടെയൊക്കെ സംഭവിക്കാം? എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ശരീരത്തിന്റെ ഒരു പോർഷൻ ശരീരത്തിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ എത്തുന്ന സമയത്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ കൂടുതലാവുന്നത്. അതൊരു പക്ഷെ നമ്മുടെ ഇൻസുലിനെ ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയിൽ മീൻസ് നമ്മുടെ പാൻക്രിയാസിലത്തെ ബീറ്റാ സെല്ലിനെ മറ്റ് ഇമ്മ്യൂണിറ്റി സെൽസ് അറ്റാക്ക് ചെയ്തിട്ട് അതിനെ ഇല്ലാതാക്കുമ്പോൾ പോലും ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസിലേക്ക് എത്താം. അതുപോലെ തന്നെ വയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള്, ആർത്തറിറ്റീസുമായിട്ടുള്ള പ്രശ്നങ്ങള്, ഹാഷിമോട്ടോ തൈറോയിഡിസം, നമ്മുടെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീൻസ് പല സിറ്റുവേഷനിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലേക്ക് വളരെ കൂടുതലായിട്ട് എത്തുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ കോർട്ടിസോളോ അല്ലെങ്കിൽ ക്രോണിക് സ്ട്രെസ് വളരെ കൂടുതലായിട്ട് വളരെ കാലമായിട്ട് നമുക്കുള്ളതോ ഉണ്ടാക്കാം. സ്ട്രെസ്സും വെയിറ്റും നമ്മുടെ ഭാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ യെസ്, സ്ട്രെസ് ശരിക്ക് നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് കോർട്ടിസോളിന്റെ അളവ് കൂടും. ഈ കോർട്ടിസോളിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മതി എന്ന് തോന്നില്ല, ഭക്ഷണം മതിയാവും എന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കും. വിശപ്പ് കൂടും. വിശപ്പ് കൂടുന്നത് എന്തിനാ? ഇതൊക്കെ കാരണമുണ്ട് കേട്ടോ. വിശപ്പ് കൂടുന്നത് നമുക്ക് കൂടുതൽ ഷുഗർ മോളിക്യൂൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് ഫാറ്റ് സ്റ്റോറേജ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് എപ്പോഴൊക്കെ വേണമെങ്കിലും അപ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി റെഡി ആവാൻ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വെയിറ്റ്. സോ സ്ട്രെസ്സും വെയിറ്റും തമ്മിൽ വലിയൊരു ബന്ധം അവിടെയുണ്ട്. സോ കോർട്ടിസോൾ ആണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇവിടെ ലോങ് ടേം നോക്കുന്ന സമയത്ത് കോർട്ടിസോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും അതിന്റെ ലെവല് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയത്ത് അത് പല പല സിറ്റുവേഷൻസ് ഉണ്ടാക്കും, ഇൻക്ലൂഡിങ് കോർട്ടിസോൾ റെസിസ്റ്റൻസ്. കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാവാതെ കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ, റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ ഫംഗ്ഷൻ, ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഇവിടെ എഴുതിയെന്നുള്ളൂ. ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, ഒബിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻ, നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് കുറയാം, ന്യൂറോ ട്രാൻസ്മിറ്റർ റെസിസ്റ്റൻസ് കാരണമാണ് അത്. മെമ്മറി ഇമ്പയറിംഗ് ആവുക, മെമ്മറി കറക്റ്റ് ആവാതിരിക്കുക, ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, വയറുമായിട്ട് ബന്ധപ്പെട്ട്, ഹേർട്ടിന്റെ മസിൽസിനുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഹേർട്ട് വെസൽസിന്, നമ്മുടെ ബ്ലഡ് വെസൽസിന് ഉണ്ടാവുന്ന ഇഷ്യൂസ്, ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ നമുക്ക് എനർജി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ, ഉറക്കം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുക, അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ റെസിസ്റ്റൻസ് ഓൾറെഡി ഞാൻ മോളിൽ എഴുതിയിട്ടുണ്ട്. ചില നമ്മുടെ ഹോർമോണുകളായിട്ടുള്ള പ്രെഗ്നിനോളോൺ അല്ലെങ്കിൽ സ്റ്റെറോയിഡ് ഹോർമോൺസ്, അതിന്റെ അളവ് വ്യത്യാസം വരിക. തൈറോയിഡ് ഹോർമോൺസിന്റെ ഇത് പറഞ്ഞു. പ്രോലാക്റ്റിനും ഈസ്ട്രോജനും പോലുള്ള ഹോർമോണുകളുടെ അളവ് കൂടുക. ഇത് കൂടുന്ന സമയത്ത് എഗെയിൻ ചിലപ്പോൾ സിസ്റ്റിക് PCOS പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അതും ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും ഒക്കെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കാരണമാണ്. ഇതൊക്കെ ഓൾറെഡി പല ആൾക്കാരും അറിയാം. അതുകൊണ്ട് നോർമലി ഏപ്രിൽ എന്ന് പറയുന്ന മാസമാണ് സ്ട്രെസ് അവയർനെസ് മന്ത് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സംഭവം ശരി, ഏപ്രിൽ മാസം വരെ നമ്മളിപ്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? നാഷണൽ സ്ട്രെസ് അവയർനെസ് ഡേ ഇന്നാണ്. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന്, നാളെ അതെ, മറ്റന്നാളും അതെ. ഏത് ദിവസമാണോ നാഷണൽ എന്നുള്ളത് വിട്ടേക്കും, ഏത് ദിവസമാണോ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് അന്ന് മുതൽ നിങ്ങളുടെ സ്ട്രെസ് അവയർനെസ് ഡേ. അതുകൊണ്ട് ആ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റും. അല്ലെങ്കിൽ അതൊരു ക്രോണിക് സ്റ്റേജിലേക്ക് എത്തുകയും ഈ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് കോർട്ടിസോളിന്റെ അളവ് കൂട്ടുകയും മറ്റു ഇഷ്യൂസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അതിന് എന്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക? എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
പല ആൾക്കാരും വളരെ വലിയ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ പറയുന്നുണ്ട് അതൊക്കെ കർമ്മയോഗം. കർമ്മയോഗം അത്ര മോശമുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളെ കിട്ടുള്ളൂ, അല്ലെ? വിതച്ചതേ കൊയ്യൂ എന്ന് പറയും. വിതച്ച ഉടനെ കിട്ടുകയും ചെയ്യില്ല, അതിന് കുറച്ച് സമയമുണ്ട്, ഡിലേ ഉണ്ട്. അപ്പൊ ആ ഒരു കർമ്മയോഗത്തിനെ നമ്മൾ എപ്പോഴും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊരു നമ്മളെ സൈക്കോളജിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ആങ്സൈറ്റിയും സ്ട്രെസ്സും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മയോഗത്തിലേക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. അതല്ലാതെ കുറച്ച് പ്രാക്ടിക്കലായിട്ടും കുറച്ചുകൂടി നമ്മുടെ നോർമൽ ലൈഫ് സിറ്റുവേഷനിലെ ഇത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് ബോഡി സ്പാ പോലെയുള്ള കാര്യങ്ങൾ. എക്സസൈസ് വളരെ എഫക്റ്റീവ് ആണ്. എന്നാൽ ഹെവി എക്സസൈസ് ചെയ്തിട്ട് അത് തന്നെ നമുക്കൊരു സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആക്കണം എന്നല്ല പറയുന്നത്. ഹോബീസിൽ ഇടപെടുക. ഞാൻ നേരത്തെ പറഞ്ഞു വായന ഒരു ഹോബി ആയിട്ട് മുമ്പ് കണക്കാക്കാറുണ്ടായിരുന്നു. ഇപ്പൊ എന്തോ അറിയില്ല, ആൾക്കാർ വായനയൊക്കെ ഓൾമോസ്റ്റ് നിർത്തി. പുസ്തക വായന, ജസ്റ്റ് ആ സ്ക്രീൻ നോക്കിയിട്ടുള്ള വായന മാത്രമല്ല, നമുക്കുള്ള ഓപ്ഷൻസ് നമ്മൾ അന്വേഷിക്കണം. പല ഹോബീസ് ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഹോബികളിലേക്ക് തിരിയുക. മെഡിറ്റേഷൻ, മനസ്സ് ശാന്തമാവാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ്. മെഡിറ്റേഷനും യോഗയും എക്സസൈസും ഏകദേശം ഒരേപോലെ തന്നെ നമുക്ക് കണക്കൂട്ടാം. മെഡിറ്റേഷനും യോഗയും ബ്രീത്തിങ് എക്സസൈസും വളരെ എഫക്റ്റീവ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പെട്ടെന്ന് നിങ്ങൾക്ക് വരുന്ന ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ സമ്മർദ്ദം, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റീവ്നെസ് പെട്ടെന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയോ? ശ്വാസം പെട്ടെന്ന് കൂടും, ഫാസ്റ്റ് ആവും, അല്ലെ? ഈ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീപ് ബ്രീത്ത് ചെയ്യുന്ന ഒരാൾക്ക് പൊതുവെ ആ എക്സസൈസ് എന്നുള്ള രീതിയിലല്ല, ഒരു സിറ്റുവേഷൻ വന്നു, ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഒന്ന് ഡീപ് ബ്രീത്ത് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് സമയം കിട്ടും, നിങ്ങൾ അതിനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. പ്രകൃതി നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും. പ്രകൃതി ചികിത്സയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇപ്പം ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ ഈവൻ ബ്രേക്ക് ഇല്ല, സാറ്റർഡേ സൺഡേ ഒന്നും ബ്രേക്ക് ഇല്ല, അവർക്ക് 2 ദിവസം ലീവ് കൊടുത്തിട്ട് അവരെ എവിടെയെങ്കിലും ടൂറിന് പറഞ്ഞയക്കുന്ന ഏർപ്പാടുകളുണ്ട് ഫോറിൻ കൺട്രിയിൽ പല സ്ഥലത്തും. അതുപോലെ തന്നെയാണ് ഇപ്പോഴ് നമ്മൾ ആ ടൂർ പ്രൊമോഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള LTC പോലുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഗവൺമെന്റ് കമ്പനികൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവൻ പ്രൈവറ്റ് കമ്പനികളൊക്കെ ഇപ്പൊ ചെയ്യുന്നത്? മീൻസ് അവർക്ക് ആ ഒരു നാച്ചുറൽ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് വരുന്ന സമയത്ത് അവരുടെ ബ്രെയിനും അവരുടെ ബോഡിയും കുറച്ചുകൂടി റിഫ്രഷ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ടൈം മാനേജ്മെന്റ് നല്ലൊരു പരിപാടിയാണ്. ടൈം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങും. മ്യൂസിക്കും അതുപോലെ തന്നെ മറ്റ് അരോമ തെറാപ്പി പോലെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് കൊണ്ട് നടത്താൻ പറ്റും. അത് നമ്മുടെ ലൈഫിലും നമ്മുടെ ഫാമിലി ലൈഫിലും വളരെ എഫക്റ്റീവ് ആണ്. നമ്മൾ ജോലി ചെയ്യുന്നതും നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ഇടപഴകുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളും നമ്മുടെ കുടുംബവും ബെറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഹാപ്പി ആയിരിക്കണം എന്ന് വെച്ചിട്ടല്ലേ? അൾട്ടിമേറ്റ് ഗോൾ ഇസ് പീസ് ആൻഡ് ഹാപ്പിനെസ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രെസ് മാനേജ്മെന്റ്. ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ തന്നെ നോക്കണം. നമ്മൾ ഒഴിവാക്കാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതിന്റെ ഒന്നിച്ച് അതിനെ പോസിറ്റീവായി യൂസ്ട്രെസ്സിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇവോൾവ് ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് നമ്മുടെ വിജയം. സോ താങ്ക് യു. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇനി കുറെ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്ക് ടു ക്വസ്റ്റ്യൻ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും സ്ട്രെസ് ഇല്ലാത്ത ആരുമില്ല. ഒരു നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ നമ്മൾ സ്ട്രെസ്സിലേക്ക് പോകും. അപ്പൊ ഇന്ന് നമുക്ക് സ്ട്രെസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം സംസാരിക്കാം. അതൊരു പ്രിവിലേജ് ആയിട്ട് എടുക്കുക, ഒന്നാമത്തെ കാര്യം. 2, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള മെത്തേഡുകൾ, നിങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡുകൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം. കാരണം സ്ട്രെസ് നമുക്കും അല്ലെങ്കിൽ ചുറ്റുപാടുകൾക്ക് എപ്പോഴും സ്ട്രെസ്സുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ സാധാരണ അപ്പൊ ഒത്തിരി മെത്തേഡുകൾ പറഞ്ഞു, ടൈം മാനേജ്മെന്റ് പറഞ്ഞു, അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ, ഒത്തിരി പ്രാക്ടീസ് പറഞ്ഞു. നമ്മൾ പറയുമ്പോൾ നമ്മളുടെ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്? എന്തെങ്കിലും പുതിയ മെത്തേഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മടിക്കരുത്, കാരണം നമുക്കത് വളരെ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കും.
സോ സനൽ സാർ, താങ്ക് യു. പുതുവർഷത്തിൽ സ്ട്രെസ് ഇല്ലാതാക്കാൻ വളരെ മനോഹരമായി ഒത്തിരി കണ്ടന്റോട് കൂടി, ഇത്രയും കണ്ടന്റ് തീർച്ചയായിട്ടും ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. പല കാര്യങ്ങളും വായിച്ചെടുക്കാനോ പറഞ്ഞ് മനസ്സിലാക്കി കയറ്റാനോ സാധിച്ചില്ല, എങ്കിലും വളരെ മനോഹരമായ ഒരു ക്ലാസ്. തീർച്ചയായിട്ടും കമന്റ്സ് പറയാം. നിങ്ങളുടെ സ്ട്രെസ് റെസൊല്യൂഷൻ പോളിസി എന്താണെന്ന് കൂടെ പറഞ്ഞാൽ നന്നായി. ഓക്കെ, താങ്ക് യു. ആരാണ് വരുന്നത് ആദ്യം? ഷാജി സാർ പറയും. ഷാജി സാർ തിരക്കുകളാണ്. സാറേ, ഈ പറഞ്ഞ പോലെ സ്ട്രെസ് വരുമ്പോൾ ഞാന് ഇപ്പം ഈ പല ബിസി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ബിസി ആയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാണും, പല ലെവലിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനാണ്. ഇന്നിപ്പോ ഞാനിപ്പോ ഒരു 7,000 രൂപയുടെ JCB വർക്ക് നടത്തി വീടിന്റെ മുറ്റത്ത്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ അതുപോലെ 100 കാര്യങ്ങൾ ഓരോന്നൊക്കെ ബന്ധപ്പെട്ട് പല പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു 17 ഫാമിലീസ് താമസിക്കുന്നുണ്ട് എന്റെ ഓരോ കെട്ടിടങ്ങളിലൊക്കെ. അപ്പൊ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നോമിനൽ വലിയ വാടകയൊന്നുമില്ല. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലായിടത്തും കാണും. അപ്പൊ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കൃഷിയുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ വായനയുണ്ട്, ഇങ്ങനെ പല പല കാര്യങ്ങളില്. പിന്നെ യോഗ നേരത്തെ പിന്നെ പ്രാണായാമം അല്ല, സൂര്യ നമസ്കാരം കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ കുറെ ബ്രേക്കായി. പിന്നെ പ്രാർത്ഥന ഒരു കാര്യം, പിന്നെ റീഡിങ് ഒത്തിരി ബുക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഒത്തിരി ബുക്സ് എന്ന് പറഞ്ഞാൽ ഒരു 10 ഷെൽഫ് നിറച്ച് ബുക്സ് ഉണ്ട്. അപ്പൊ അത് ഈ സെൽഫ് ഹെൽപ്പ് ബുക്ക് വാങ്ങിക്കുക എന്നുള്ളതിന്റെ ഒരു ക്രൈസ് ആണ്. അപ്പൊ ഇന്നിപ്പോ ലോകത്തില് ഏറ്റവും പ്രധാനപ്പെട്ട, കൂടുതൽ ഇംഗ്ലീഷാണ്, ഒരു 100 സെൽഫ് ഹെൽപ്പ് ബുക്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു 70 എണ്ണം കാണും. അപ്പൊ അത് ഒരു വട്ടാണ്, ഒരു ക്രൈസ്. അപ്പൊ അത് അങ്ങനെ ഓരോരോ രീതിക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ അങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ കയ്യിൽ നിൽക്കില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അതുമായിട്ട് കൺസൾട്ടേഷൻ ഒക്കെ പോകുന്ന പറഞ്ഞാൽ മടിയായതുകൊണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നു. പിന്നെ വൈഫ് ഇപ്പം അടുത്ത ആഴ്ച വൈഫിന്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യും. അതിന്റെ തിരക്കില് കരുതി നടക്കും. ഞാൻ പറഞ്ഞത് സ്ട്രെസ് ജീവിതത്തിന്റെ ഭാഗമാണ്. ഇന്ന് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഉള്ള ഓട്ടമാണ് എല്ലാവരും. ആ ഓട്ടം കൂടുമ്പോൾ അനുസരിച്ച് സ്ട്രെസ് കൂടും. അത് അലിവിയേറ്റ് ചെയ്യാൻ, ലഘൂകരിക്കാനുള്ള ഒത്തിരി മാർഗങ്ങളുണ്ട്. യാത്രയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ സാറേ. സൻസാർ അതിന്റെ ഈ പറഞ്ഞ പോലെ സൻസാറിന്റെ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ അതെല്ലാം വായിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു സ്ട്രെസ്സാണ്. സാർ പറഞ്ഞ പോലെ മണിക്കൂറുകൾ എടുത്ത് വായിച്ചെങ്കിൽ അതെല്ലാം മനസ്സിലാവുകയുള്ളൂ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട്. എപ്പോഴേലും ഒരു നേരമുള്ള പോലെയൊക്കെ പറ്റുമെന്നുള്ള ചിന്താഗതിയില് അങ്ങനെ ചെയ്യാറുണ്ട്. താങ്ക് യു വെരി മച്ച് സനൽ സാർ. ഓക്കെ സാബു സാർ, താങ്ക് യു. സുജിത്ത് പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഞാനിപ്പം ഷായ് സാറ് പറഞ്ഞത് തന്നെയാണ്. റീഡിങ് ആൻഡ് എൻഗേജ്മെന്റ്. നമ്മുടെ ലൈഫിൽ കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കുക, കൂടുതൽ കർമ്മനിരതരാകുക. അപ്പൊ സ്ട്രെസ് കുറയുന്നുണ്ടാവും. വായന, ഒരുപാട് ബുക്കുകളുണ്ട്. പ്രോബ്ലംസ് ഇസ് യൂണിവേഴ്സൽ, എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ വൈഫിന്റെ ബുക്ക് പബ്ലിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ലോകത്തിന് വേണ്ടി നടക്കുന്ന സംഭാവനയാണ്. അതിലേക്ക് നമ്മൾ, അതായത് ഒരു മഹത്തായ പദ്ധതിയിൽ ലക്ഷ്യമോ മനസ്സിൽ ചിറകുവിടർത്തുമ്പോൾ നമ്മുടെ പരിമിതികൾ കഴിവുകളെ അതിജീവിക്കും, മഹത്തായ മറ്റൊരു തലത്തിൽ എത്തിച്ചേരും. സ്ട്രെസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹ്യൂമൻ ഡിസാസ്റ്റർ ആണ്. ലിവിങ് ദ പ്രസന്റ്, ദിസ് മൊമെന്റ് ഈസ് ഇന്നവിറ്റബിൾ, ടുമോറോ ഈസ് മിസ്റ്ററി, യെസ്റ്റർഡേ ഹിസ്റ്ററി. ഇന്നിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ, അഥവാ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ സ്ട്രെസ് ഉണ്ടാവില്ല. കാരണം ഈ നിമിഷം മാത്രമേ നമുക്ക് സ്വന്തമായുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ. കാരണം ടുമാറോ, നാളെക്കുറിച്ച് ആകുലത, ഇന്നലകൾ, വ്യഥ. ഇന്ന് നമ്മൾ ജീവിക്കുന്നു, ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ മനസ്സെപ്പോഴും ഓൾവേസ് ഭാവിയെ കുറിച്ച് ഇങ്ങനെ ഓർത്തിട്ട് നാളെ എന്താവും, ഇന്നലകളിൽ എന്റെ ജീവിതം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു 60 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഒരു 600 തവണയെങ്കിലും എനിക്കൊന്ന് മാറേണ്ടിയിരിക്കുന്നു, മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കും. സ്വാഭാവികം മാത്രമാണ്. അപ്പൊ ഇന്നലകളെ മറക്കുക. യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് മിസ്റ്ററി, ദിസ് മൊമെന്റ് ഈസ് ഇന്നവിറ്റബിൾ. ദിസ് മൊമെന്റ് മാത്രമേ നമുക്ക് സ്വന്തമായുള്ളൂ എന്ന് ചിന്തിച്ചാൽ സ്ട്രെസ് ഉണ്ടാവുമോ? നോ.
അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല, That's it. അങ്ങനെ സാധിക്കും. ചിന്തിക്കാൻ ഇല്ല. പ്രാക്ടീസ് ചെയ്യണം. കാരണം പ്രാക്ടീസ് ചെയ്താൽ സ്ട്രെസ് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നാളെ ഈ സമയത്ത് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടാവാ അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം കുറെ ഡയറീസ് എന്തോ ഇത്രയുള്ള സാറേ. ദിസ് മൂമെന്റ് ഈസ് ഇന്നവിറ്റബിൾ. ഈ നിമിഷം മാത്രമേ എനിക്ക് സ്വന്തമായുള്ളൂ. നാളെ എനിക്കറിയില്ല. നാളെ രാവിലെ, ഇന്ന് രാത്രി കിടന്നുറങ്ങിയ നാളെ രാവിലെ എനിക്ക് എണീക്കുമെന്ന് അറിയില്ല. ഇന്നലകൾ അത് കഴിഞ്ഞുപോയി. ദാറ്റ്സ് ഹാപ്പൻഡ്. എനിക്കൊന്നും തിരുത്താൻ പറ്റില്ല. ഈ നിമിഷം മുതൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവോ? ചോദിച്ചോളൂ. അല്ല, സുജിത് സാർ പറഞ്ഞതിനോട് ചെറുതായിട്ട് ഞാനൊന്ന് വിയോജിക്കുകയാണ്. കാരണം താങ്കൾ പറഞ്ഞു പാസ്റ്റ് ഈസ് ഹിസ്റ്ററി, ഫ്യൂച്ചർ ഈസ് മിസ്റ്ററി, ആൻഡ് നൗ ഇറ്റ്സ് ഇന്നെവിറ്റബിൾ ആൻഡ് ഇറ്റ്സ് ഇസ് ദ തിങ് വിച്ച് യു ഷുഡ് കോൺസെൻട്രേറ്റ്. സമ്മതിച്ചു. പക്ഷെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശ കാണും, ഒരു എക്സ്പെക്ടേഷൻ കാണും. അതിനാണ് നമ്മൾ ജീവിക്കണം. പ്രത്യാശ, എക്സ്പെക്ടേഷൻ, ഇതല്ലേ ആ രണ്ടിൽ പോയിന്റ് ഉണ്ട്. പ്രത്യാശ കാണും, എക്സ്പെക്ടേഷൻ കാണും. എക്സ്പെക്ടേഷൻസ് ഗിൽറ്റ് ഉണ്ടാക്കും. പ്രത്യാശ അത് ഹോപ്പ് അല്ലേ, അത് നാളെ നന്നാവും എന്നുള്ള പ്രത്യാശയിൽ ജീവിക്കുക. ഞങ്ങളെ ക്രിസ്ത്യൻസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, എന്നൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഈ അന്നൊന്നു വേണ്ടുന്ന ആഹാരം കഴിച്ചാല് നാളത്തേക്ക് നോക്കാത്ത ഒരു പാരന്റ്സ് ഉണ്ടാവില്ല. എൻ്റെ കൊച്ച് നാളെ വിശന്നാൽ എന്ത് ചെയ്യും, എൻ്റെ ഭാവി, എൻ്റെ കുട്ടികളുടെ ഭാവി, എൻ്റെ കുടുംബത്തിന്റെ ഭാവി, ഇതെല്ലാം ചിന്തിക്കുന്ന ആൾക്കാരാണ് സാധാരണഗതിയിലുള്ള മനുഷ്യർ. അല്ലാണ്ട് ഇന്ന് ഞാൻ ജീവിച്ചു നാളത്തെ എന്തെങ്കിലും നോക്കട്ടെ, നാളെ കൊച്ചു കരഞ്ഞ കാര്യം അപ്പൊ നാളെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ, അങ്ങനെ ആരും വിചാരിക്കില്ല. നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ നാളത്തേക്കും കൂടെ നമ്മൾ കരുതാം. നമുക്ക് ഉറപ്പില്ല നാളെ ഉണ്ടാവുമെന്ന്. ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾക്ക് ഒരു ചിന്ത വേണം. നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയണം, കുടുംബത്തെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ കെയർ ഫോർ ദ ഫ്യൂച്ചർ. ഇഫ് യു ആർ നോട്ട് കെയറിംഗ് ഫോർ ദ ഫ്യൂച്ചർ, you may not be sure about your future. Past is a history, I think. Don't live on the past, but don't forget the past. Don't live in the past. വിൻസെന്റ് സാറേ, അത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് ചാടിപ്പോയി. Sorry. ഞാൻ ഡോക്ടർ സാറോട് ഞാൻ പറയാം. ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു, നല്ല സ്ട്രെസ് ആയിരുന്നു. ജോലിയിൽ നിന്ന് വിട്ടതിന് ശേഷം പിന്നെ മക്കളോടും കൊച്ചുമക്കളോടും കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ സ്ട്രെസ് എന്നുള്ള സംഭവം ഇല്ല. ഐ എം വെരി ഹാപ്പി വിത്ത് മൈ വൈഫ് ആൻഡ് മൈ ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ. പക്ഷെ ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഒരു 3 മാസം മുമ്പ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. കാർ ആക്സിഡന്റ് ആണ്. കാർ ആക്സിഡന്റ് ആയിട്ട് എൻ്റെ റൈറ്റ് സൈഡിലത്തെ 5 റിബ്സ് ഫ്രാക്ചർഡ് ആയപ്പോ പിന്നെ അതിന് ശേഷം എനിക്ക് കാറിലിരിക്കാൻ എനിക്ക് പേടിയായി തുടങ്ങി. ഭയങ്കര ഇത്. കാറിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി സ്പീഡിലാണ് ഓടിക്കുമ്പോൾ. ഇപ്പൊ ഞാൻ അനിയന്റെ മോളുടെ കല്യാണത്തിന് എനിക്ക് പോണ്ടി വന്നു. അപ്പൊ ഒരു ഹയേർഡ് കാർ എടുത്ത് പോയി. ആ ഡ്രൈവർ കുറച്ച് സ്പീഡിൽ ഓടിച്ചപ്പോൾ ഞാൻ പിന്നെ പറയേണ്ടി വന്നു, മോനെ അത്ര സ്പീഡ് ഓടിക്കല്ല, കുറച്ച് മെല്ലെ ഓടിക്കുക. അപ്പൊ അത് ഒരു സ്ട്രെസ് എനിക്ക് വരും. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, ബട്ട് ഇറ്റ് ഈസ് ദെയർ. അതല്ലാതെ വേറെ ജീവിതത്തിൽ വലിയ സ്ട്രെസ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇതില് ഇപ്പൊ സുജിത് സാറ് പറഞ്ഞത്, ഞാൻ സംസാരിച്ചത് പൂർണ്ണമായിട്ട് ഹെൽത്തിൽ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഫിസിയോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടും സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. സുജിത് സാർ പറഞ്ഞത് അതിനെ പൂർണ്ണമായിട്ടും സൈക്കോളജിക്കലി എങ്ങനെ അപ്രോച്ച് ചെയ്യാം, സമ്മർദ്ദത്തിന്റെ ശരിയായ സൈക്കോളജി എന്താണെന്നും ആ സൈക്കോളജിയിലേക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നാണ്. രണ്ടും 2 പാറ്റേൺ ആണ്. ആക്ച്വലി ഈ രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാതെ ഒരുമിച്ച് കാണാൻ പറ്റണം. ഈ ടോപ്പിക് ഓൾറെഡി കുറെ വലുതായത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാഞ്ഞത്. ഇപ്പൊ സാറ് പറഞ്ഞ ഒരു കാര്യമില്ലേ, വണ്ടി ഓടിക്കുമ്പോഴുള്ള, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ പലപ്പോഴും ഹയർ ചെയ്യുന്നത്, മറ്റൊരാളെ ഹയർ ചെയ്തിട്ട് ഒരു ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ വണ്ടിയിൽ പിന്നിലിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീസ്ഫുൾ ആയിട്ട് അയാളെ നമ്മളെ സ്ഥലത്ത് എത്തിക്കും, നമുക്ക് പീസ്ഫുൾ ആയിരിക്കാനാ. പക്ഷെ ആ ഒരു ഡ്രൈവർ എടുത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നിൽ ഇടത്തോട്ട്
അല്ലെങ്കിൽ കുറച്ച് പതുക്കെ പോ, കുറച്ച് സ്പീഡിൽ പോ, ബ്രേക്ക് ചവിട്ട്, അതാ ആള്. മീൻസ് നമ്മൾ അയാൾക്ക് കമാൻഡ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ തന്നെ പോയിരുന്ന് ഓടിച്ചാൽ പോരെ. നമ്മൾ ഹയർ ചെയ്തിട്ട് നമ്മൾ പീസ് ഓഫ് മൈൻഡ് അല്ല അവിടെ ഉള്ളത്. ആ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്തിനാണ് അവിടെ വണ്ടി എടുത്തത്, ആ പർപ്പസ് അവിടെ സോൾവ് ആവുന്നില്ല. അതിന് പകരം നമ്മൾ അയാൾക്ക് കമാൻഡ് കൊടുക്കുകയാണ്, അല്ല അതല്ല, നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. ഈ ആക്സിഡന്റിന് ശേഷമാണ് എനിക്ക് പ്രത്യേകിച്ച് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പേടിയാവുന്നു. ഞാൻ സാറിന്റെ കാര്യമില്ല, സാറിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞ. സാറിനുള്ള ഓട്ടോ സജഷൻ മെത്തേഡാണ് ആക്ച്വലി. അത് വളരെ ഈസി ആയിട്ട് സാറിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ചെറുപ്പകാലത്തുള്ള ആക്സിഡന്റ് ഒന്നുമല്ല. ഞാനൊരു സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാക്ടിക്കലി കണ്ടിട്ടുണ്ട്. ഒരു കുട്ടിയുടെ സൗണ്ട് പെട്ടെന്ന് പോയി. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കുട്ടിയുടെ സൗണ്ട് പോയി. അപ്പൊ ആ സമയത്ത് ഈ ഹോസ്പിറ്റലിലേക്ക് കുട്ടി വരുന്ന സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി കയ്യും കാലും ഭയങ്കര മീൻസ് വല്ലാത്ത ആ ഒരു ഭയം, അതുപോലെ തന്നെ എല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. കുട്ടിക്ക് ഏതാണ്ട് ഒരു 17 വയസ്സോളം ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല പല സിറ്റുവേഷൻസും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു. ലവ് അഫെയർ ഫെയിലർ ആണോ, അല്ലെങ്കിൽ രാവിലെ കോള് വന്നോ, മീൻസ് മൊബൈലിൽ ആരെങ്കിലും കോൾ ചെയ്തിട്ട് ഇല്ല ഇനിയിപ്പം ഞാനില്ല, ബ്രേക്കപ്പ് പോലെയുള്ള സിറ്റുവേഷൻസ് ആവാം. കാരണം വേറെ ഒന്നും നടന്നിട്ടില്ല. ആ കുട്ടിയുടെ അനിയത്തി കൂടെ തന്നെ ഉണ്ട്. കുട്ടിയുടെ അനിയത്തിയും അച്ഛനും കൂടിയിട്ടാണ് ഈ കുട്ടിയെ കൂട്ടിയിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ആ കുട്ടിയുടെ കൂടെ ഓൾമോസ്റ്റ് 3 മണിക്കൂർ അന്ന് രാവിലെ ചെലവഴിച്ചു. ഏതാണ്ട് ഒരു 12:30 ആകുമ്പോഴേക്കും നമുക്ക് കാര്യം പിടികിട്ടി. നമ്മൾ ആ ആക്സിഡന്റ് നടന്ന സ്ഥലം വരെ പോയി അവിടെ അന്വേഷിച്ച്, അവിടെയുള്ള കടക്കാരടുത്ത് എല്ലാവരടുത്തും അന്വേഷിച്ച സമയത്ത് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബസ് അന്ന് ഒരു പട്ടിയുടെ മുകളിലേക്ക് കയറി പോയി. ആ കയറിപ്പോയ ഫുൾ സിറ്റുവേഷൻ ഇവള് അതുപോലെ വീഡിയോ ആയിട്ട് മനസ്സിലേക്ക് പകർത്തി. പിന്നെയാണ് സൗണ്ട് പോയത്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനല്ല, മൊത്തം ടീം, നമ്മൾ 4 പേര് കൂടിയിട്ടാണ് അത് ചെയ്തത് ആ ഒരു കേസിൽ. അപ്പൊ അതിലെങ്ങനെയാ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, കുട്ടിയെ ഓട്ടോ സജഷൻ റെസ്റ്റ് മോഡലിലേക്ക് കൊണ്ടുവന്നിട്ട് ഓട്ടോ സജഷൻ കൊടുത്ത് ഓൾമോസ്റ്റ് 2.5 ദിവസം എടുത്തു വന്നിട്ടു. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ബ്രെയിൻ സമ്മതിക്കില്ല. അപ്പോ സാറിന്റെ കേസിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓൾറെഡി ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, റിയൽ ഇൻസിഡന്റ് ആണ്. ആ റിയൽ ഇൻസിഡന്റ് പക്ഷെ സാറിന്റെ ശരീരവും സാറിന്റെ മനസ്സും വെച്ചിട്ട് വളരെ പുഷ്പം പോലെയല്ലേ സാർ അവിടുന്ന് പുറത്തേക്ക് വന്നത്. മീൻസ് നമ്മൾ എന്ത് സജസ്റ്റ് ചെയ്യുന്നോ അവിടുന്നാണ് നമ്മുടെ വിജയം അല്ലെങ്കിൽ നമ്മുടെ പരാജയം. നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ജനിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ നമ്മുടെ ബ്രെയിനോട് സജസ്റ്റ് ചെയ്യേണ്ടത് മുഴുവനും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ആ ഒരു 5 റിബേ പൊട്ടിയിട്ടുള്ളൂ. എത്ര റിബ്സ് ഉണ്ട്? എന്റെ സിസ്റ്ററിന്റെ മകൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് 5.5 വയസ്സ്. 5.5 വയസ്സുള്ള കുട്ടി സ്കൂളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് തെന്നിയ സമയത്ത് 2ാമത്തെ സ്റ്റെപ്പിലേക്ക്, 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് അല്ല, ഏറ്റവും താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് 2ാമത്തെ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കുട്ടി വീണു. 2 റിബ് പൊട്ടി. സാർ ഇത്ര വലിയ ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ എഗൈൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻസിനെ നമ്മൾ പോസിറ്റീവ്ലി കാണണമെങ്കിൽ 2 രീതിയിൽ കാണണം. ഒന്ന് ഫിസിയോളജി. സാറിന് ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാം, ചിലപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാം. അതല്ലെങ്കിൽ വളരെ നല്ലതായിട്ടുള്ള ഒരു ഷോക്ക് കിട്ടിയിട്ടുണ്ട്, അതിനെ സർവൈവ് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛന് ഒരു റിബ് പൊട്ടിയിട്ട്, മീൻസ് അച്ഛൻ KCBയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് 1982-83 കാലയളവിൽ ഒരു ജീപ്പ് ആക്സിഡന്റില് അച്ഛന്റെ കൈ ഫ്രാക്ചറായി. ഒപ്പം തന്നെ ഒരു റിബ് പൊട്ടിയിട്ട് ലങ്സിന്റെ ഉള്ളിലേക്കാണ് കയറിയത്. ഓക്കെ, അച്ഛന്റെ എക്സ്റേ ഇപ്പോഴും എടുക്കുമ്പോഴും ഡോക്ടർമാര് ഇതിനെ ക്യാൻസറസ് ആയിട്ട് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ബാക്കി ബയോപ്സി സജസ്റ്റ് ചെയ്യും. അപ്പോ അച്ഛന് ഒരു പ്രാവശ്യം കോമയിലായിരുന്ന സമയത്താണ് ഈ ഒരു എക്സ്റേ എടുത്തത്. അന്ന് നമ്മളൊക്കെ പേടിച്ചു, കാരണം നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ 2ാമത്തെ ദിവസം അച്ഛനെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, ബയോപ്സി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എന്താണ് കാര്യം എന്നുള്ളത് അറിയില്ല. അച്ഛൻ വളരെ കൂളായിട്ട്, അവിടെ ആർക്കാ സ്ട്രെസ്? നമുക്കൊക്കെ സ്ട്രെസ്സാ. അച്ഛൻ വളരെ കൂളായിട്ട് പറഞ്ഞു, അത് അന്നത്തെ ആക്സിഡന്റിന്റെ അത് ക്ലിയർ ആയിട്ടില്ല. മനസ്സിലായോ?
ഒരേ സിറ്റുവേഷനെ തന്നെ ആര് എങ്ങനെ കാണുന്നു, നമുക്കതിനെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ അതിനെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്ട്രെസ് ഹെൽപ്ഫുൾ ആവും. സോ സ്ട്രെസ്സിനെ പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കണം. സ്ട്രെസ്സിലേക്ക് മാറ്റണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതിന് മാറ്റണം, അല്ലാത്തതിൽ നിന്ന് നമ്മൾ മാറണം. ഒട്ടും മോശമല്ലാത്ത സാലറിയിൽ ഏറ്റവും മോശമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, അതൊരു പക്ഷെ കെമിക്കൽ ലാബുകളിൽ ചിലപ്പോ ഞാൻ അടുത്തിടെ സംസാരിച്ച ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി എന്തോ അഗ്രോകെമോ അങ്ങനെ ഒരു ഫാർമസിയിൽ അങ്ങനെ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാൾക്ക് ആ ലാബ് കൊണ്ട് ഒരുപാട് അലർജി ഉണ്ടാവുന്നുണ്ട്. അയാൾ അവിടെ വർക്ക് ചെയ്യാൻ ഞാൻ പറയില്ല. അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കുട്ടികൾ. അവർക്ക് സംഭവിക്കുന്ന എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഹോർമോൺ ഇംബാലൻസിലേക്ക് എത്തും. ഈ ഹോർമോൺ ഇംബാലൻസ് കോർട്ടിസോൾ മാത്രമല്ല, കോർട്ടിസോൾ എഫക്ട് ചെയ്തിട്ടുള്ള മറ്റു പല ഹോർമോണുകൾ ഇംബാലൻസിലേക്ക് പോകും. അത് അവരുടെ ഭാവി ജീവിതം പ്രശ്നം ഉണ്ടാക്കും. സുജിത് സാറ് പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് നമ്മൾ ഭാവിയെ പറ്റി ചിന്തിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് പോസിബിൾ. അത് മോശമാണെന്നല്ല. അവിടെയാണ് കർമ്മയിലേക്ക് വരുന്നത്. നമുക്ക് ഒരേ കാര്യത്തിനെ തന്നെ രണ്ട് രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അഡ്രസ്സ് ചെയ്യണം. അപ്പോഴും മാത്രമേ നമുക്ക് മനസ്സും ബോഡിയും തമ്മിലുള്ള ഒരു ബാലൻസ് കിട്ടുള്ളൂ. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സംഭവം സുജിത് സാർ പറഞ്ഞതിൽ പൂർണ്ണമായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ പൂർണ്ണമായിട്ട് മുഴുകിയിട്ട് ചെയ്യാം. എന്നാ ഒന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷനും ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര സ്ട്രെസ് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളുകളാണ്. അപ്പൊ അതിനിടയിൽ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാല് ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ പോകും? പ്രോഗ്രാം ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്, പെർഫോമൻസ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അതിനെ കാണണം. എനിക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധം കൂടി വരുമ്പോഴാണ് നമുക്കതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഓക്കെ ഓക്കെ, സുജിത്ത് പറഞ്ഞതിന്റെ മീനിങ് നമ്മൾ വേറൊരു രീതി കണ്ടാൽ മതി. ഈ നിമിഷത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ നാളത്തെ കുറിച്ചും പുറകോട്ടും ചിന്തിച്ചിട്ട് കാര്യം. നമ്മൾ അതാണ് അതിന്റെ അകത്തുള്ള മീനിങ് എന്ന് പറയുന്നത്. നാളത്തേക്ക് ചിന്തിക്കണമെന്നോ പുറകോട്ട് ചിന്തിക്കണമെന്നോ അല്ല അതിന്റെ അർത്ഥം. ഈ നിമിഷം ഒരു മിനിറ്റ് ഈ നിമിഷത്തെ റിസോഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാത്തവൻ പിന്നെ എന്താ മുന്നോട്ട് ചിന്തിച്ചിരുന്നത് കാര്യം? ഇവിടെ ഇന്ന് ഇഷ്ടംപോലെ ഉണ്ടെന്നേ, ഇന്ന് എല്ലാ റിസോഴ്സും ഉണ്ട്, ഉപയോഗിക്കുന്ന നാളെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അതെ, എന്റെ ഇതേ ഒരു പ്രസന്റേഷനെ പറ്റിയിട്ട് തന്നെ എടുത്തോളൂ. ഞാൻ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് ഞാൻ നാളത്തെ പറ്റി ചിന്തിക്കാത്തത് കൊണ്ടല്ല ഇന്നലെ ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഇന്നലത്തെ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത് കൊണ്ടാണ് ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്തത്. അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലുള്ള ഇവന്റിനെ മറക്കണം എന്നല്ല, അല്ലെങ്കിൽ പിന്നിൽ സംഭവിച്ചത് സ്ട്രെസ് എന്ന് പറയുന്നത് മുഴുവനായിട്ടും പിന്നിൽ സംഭവിച്ച പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഫ്രെയിംവർക്കാണ്. നമ്മുടെ ആ മെന്റൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നതിനെ പാസ്റ്റ് എന്നാണ്. ഫ്യൂച്ചറിൽ കയറിയിട്ട് നമുക്ക് ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ആ പാസ്റ്റ് എന്നുള്ള ഫ്രെയിംവർക്കിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഇന്നത്തേക്ക് വേണ്ടി യൂസ് ചെയ്യണം. എന്നിട്ട് വേണം നാളത്തെ ഇവന്റിനെ എങ്ങനെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് ബെസ്റ്റ് ആക്കാൻ പറ്റും. എന്റെ ബെസ്റ്റ് ആക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ സുജിത് സാർ പറഞ്ഞ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ സൈക്കോളജിക്കൽ അപ്രോച്ചിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൂടുതലായിട്ട് നമ്മൾക്ക് അതിനെപ്പറ്റി പറയേണ്ടി വരും. ഫിസിയോളജിക്കൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോർ us, നമുക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും സാറേ, ഇതില് ഞാൻ പറഞ്ഞതില് നമ്മൾ കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കാതിരിക്കുക. അതായത് നമുക്ക് വ്യത്യസ്തമായ റോളുകളുണ്ട്. ഓരോ റോളുകളിലും നമ്മൾ മാക്സിമം ചെയ്യുക, ഫലം ഇച്ഛിക്കാതിരിക്കുക. അതായത് അസംഖശാസ്ത്രേണ ദൃഢേണ ചിത്ത എന്ന് പറയും. ദൃഢചിത്തനായിരിക്കുക, ചഞ്ചലചിത്തനാവാതിരിക്കുക. കാരണം നമ്മൾ എക്സ്പെക്ടേഷനിൽ നിന്നും ഹോപ്പിലേക്ക് വരിക. അത് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടി, അതായത് തൂമ്പയുടെ സ്വഭാവത്തിൽ നിന്നും ഷവലിലേക്ക് മാറുക. തൂമ്പ എപ്പോഴും ഇങ്ങനെ വലിച്ചടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഷവൽ എന്താ ചെയ്യുന്നത്? രണ്ടും ഒരു ബിൽഡിംഗ് സൈറ്റിൽ ചെന്ന് നമുക്ക് കാണാൻ പറ്റും. തൂമ്പ, ഷവല് എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളുടെ കഴിവുകൾ മാക്സിമം സമൂഹത്തിന് വേണ്ടി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഫലം ഇച്ഛിക്കാതെ കൊടുത്തുകൊണ്ടിരുന്നാൽ, ശരിക്കും പറഞ്ഞാൽ ഈ മണിയുടെ തിയറിയിൽ തന്നെ മണി വിൽ ബിക്കം സർവീസ് ഇൻ മൈൻഡ്, മണി വിൽ ബിക്കം യു വാണ്ട് ടു ഏബിൾ ടു കൗണ്ട് എന്ന് പറയും. കാരണം നമ്മൾ സർവീസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വേൾഡ് ഓവർ നമുക്ക് കഴിഞ്ഞാൽ സെയിൽസിൽ തന്നെ മാർക്കറ്റിംഗ് പ്ലേസിൽ നോക്കിക്കഴിഞ്ഞാൽ
അവർ സർവീസ് ചെയ്യുന്നവർക്ക് അൺകണ്ടീഷണലി പണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാഹനം പോലും ഇല്ലാത്ത ഓലയും ഊബറും സർവീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹോട്ടൽ ശൃംഖലകൾ, ഒരു ഹോട്ടൽ പോലും സ്വന്തം ഇല്ലാത്തവരിന്ന് മാർക്കറ്റിൽ ഭയങ്കര ഹയർ പ്രൊഫൈലിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സർവീസ് ഇൻ മൈൻഡാണ്. എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും, സർവീസ്. അതിൽ വരുന്ന ചെറിയ തുച്ഛമായ വേതനമാണെങ്കിൽ പോലും വേൾഡ് ഓവർ വരുന്ന സമയത്ത് വലിയ ഇൻകം അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പഴയ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. സത്യമല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് മാത്രം ചിന്തിക്കുക, ഫലം ചിന്തിക്കാതെ. എനിക്കധികമൊന്നും പറയാനില്ല. വളരെ പ്രകടമായ ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും ഒരുപാട് പഠനങ്ങളും തിയറികളും പരിഹാരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. എന്നാൽ ഈ സ്ട്രെസ് ഇല്ലാത്ത ആരെങ്കിലും ഭൂമിയിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് സംശയമാണ്. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് പോലും സ്ട്രെസ് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ അഭിപ്രായം കേൾക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന ആളിനും അതുണ്ടാകും. ഞാനും ധാരാളം വേദികളിൽ പ്രസംഗിച്ച് നടക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആശങ്കയില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയാണ് ഞാൻ. രോഗമൊക്കെ വന്നതിന് ശേഷം ഞാനത് ധാരാളം വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ചെറിയ ഭയപ്പാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം പറയുന്നില്ല എന്ന് പറഞ്ഞത്. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവസ്ഥയിൽ മാറിയും മറിഞ്ഞും വരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് ആരെയും നിരാകരിക്കുന്നുമില്ല. എല്ലാത്തിനോടും ഞാൻ കൂട്ടുചേരുന്നു. പറ്റാവുന്നിടത്തോളം അതിനെ തരണം ചെയ്യാനായിട്ട് ഈ ക്ലാസ് ഉൾപ്പെടെ ഉപകാരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു. എനിക്ക് പറയാനുള്ള, ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യം ഇന്ന് തന്നെ ചെയ്യാം. അത് നാളത്തേക്ക് മാറ്റി നാളത്തെ കൊണ്ട് കൂടുതലാകുമ്പോൾ കൂടുന്തോറും ഉണ്ടാവും. സ്ട്രെസ് ഉണ്ടാകാതിരിക്കാൻ അന്ന് ചെയ്യണമെന്ന് അപ്പോൾ തന്നെ ചെയ്യുക, അന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്ട്രെസ് അഥവാ ഉണ്ടായി കഴിഞ്ഞാൽ മെഡിറ്റേഷൻ നല്ലൊരു മാർഗ്ഗമാണ്. എവിടെയെങ്കിലും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു വിഷയം വളരെ സിമ്പിളായിട്ട് എടുക്കാൻ സാറിന് സാധിച്ചു. നന്ദിയുണ്ട്. നമസ്കാരം. താങ്ക് യു സാർ. വേറെ ആരാണ്? ഷെല്ലി മാമുണ്ട്, മാവതി മാമുണ്ട്, ജോർജ് സാറുണ്ട്. സാറേ നമസ്കാരം. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു സാറേ. കാരണം ശരിക്കും രോഗികളാക്കും എന്ന് പറഞ്ഞാല് അർത്ഥമുണ്ട്. ഇതിപ്പം സാറ് കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞു. അതിൽ പറയുമ്പം ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മാരേജിന് വിളക്കെടുത്തിട്ട് അകത്ത് കിടക്കുന്ന കുട്ടി ആ വിളക്ക് കെട്ടുപോകുമെന്ന് ചോദിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് ആ കുട്ടിക്കുണ്ട് മനസ്സിൽ. കെട്ടുപോയാൽ പിന്നെ ആ കുട്ടി അവിടെ അത്ര കൊള്ളത്തില്ല എന്നുള്ള രീതിയിലാണ് കണക്കാക്കുക. അതുപോലെ ഭാര്യയുടെ പ്രസവത്തിന് ലേബർ റൂമിൽ കൊണ്ടുപോകുമ്പോ ഭർത്താവിനുണ്ടാകുന്ന സ്ട്രെസ്, പിന്നെ പട്ടി ഓടിക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്നത്, അതുപോലെ കുറെ കാര്യത്തിലുണ്ട് സാറേ. യുവജനോത്സവത്തിന് താല്പര്യമില്ലാത്ത കുറെ ഐറ്റംസ് കുട്ടീനെ കൊണ്ട് ചെയ്യിക്കുമ്പോ ആ കുട്ടിക്ക് ഉണ്ടാവുന്നത് അത് പേരൻസിന് മനസ്സിലാവുന്നില്ല. അവിടെ ആ കുട്ടിക്ക്, അതുപോലെ കുട്ടികളെ കോളേജ് കോഴ്സ് ആണെങ്കിലും അതുപോലെ അവർക്ക് താല്പര്യമില്ലാത്ത കോളേജ് ആണെങ്കിലും കോഴ്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് സാറേ, നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം, എന്നാലേ ഇതെല്ലാം കുറയുള്ളൂ. കാരണം നമ്മളിപ്പോ ഒരു പുതിയ വണ്ടി ഓടിച്ചാൽ ആ വണ്ടീനെ വളരെയധികം ശ്രദ്ധിക്കും, അതിനെ കഴുകും, അതിനെ എങ്ങനെയാണ് ചെറിയൊരു പ്രശ്നം വന്നാൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്തെങ്കിലും ചെറിയ അസുഖം എന്തെങ്കിലും സിംറ്റംസ് കണ്ടാലോ ഒരിക്കലും അത് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിരിക്കും സാറേ. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. മരുന്ന് കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ മരുന്ന് കഴിക്കണ്ട. അതുപോലെ അത്യാഗ്രഹം കുറക്കണം. കാരണം ഉള്ളതിനെ കൊണ്ട് തൃപ്തിപ്പെടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എൻഗേജ്ഡ് ആവുക, കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക.
ഞാനിപ്പോ എന്തെങ്കിലും കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സാറേ, ഞാൻ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാ രാത്രി വീട്ടിലെത്തുന്നത്. കാരണം ആരെങ്കിലും സഹായിക്കാണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മളെ ബോഡി തന്നെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ആണല്ലോ സാറേ. എല്ലാവരും അത് ആ കൃത്യസമയത്ത് പാലിക്കുന്നുണ്ട്. ചിലപ്പോ എനിക്കും രാത്രി പറ്റാറില്ല സാറേ, കുറച്ച് ലേറ്റ് ആയി പോകാറുണ്ട് ഞാൻ ഉറങ്ങുമ്പോ. അപ്പൊ രാവിലെ ഇത്ര 3:30-4 മണിക്ക് എഴുന്നേറ്റ് രാത്രി നേരത്തെ കിടക്കണം. അപ്പൊ ഇത് പിന്നെ 3:30 മണിക്ക് നമ്മളെ ലങ്സ് പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല സാർ. 7 മണിക്ക് മുമ്പേ രാത്രിയും 7 മണിക്ക് മുമ്പേ രാവിലെയും കുളിക്കണം. അങ്ങനെ കുളിച്ചാൽ തന്നെ കുറെ രോഗങ്ങളൊക്കെ മാറും. അതുപോലെ എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ. ഈ യോഗയും പ്രാണായാമം രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ കൂളായിട്ട്, പിന്നെ ഒന്നും ഉണ്ടാവില്ല. ആരെങ്കിലും 2 ചീത്ത പറഞ്ഞാൽ പോലും അയാൾ പ്രതികരിക്കൂല. അപ്പൊ എന്തായാലും നല്ല ക്ലാസ് ആണ് സാർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഒരു നല്ല വീട്ടിൽ പോയിട്ട് ഓടി വന്നതായി ക്ലാസ് കേൾക്കാൻ വേണ്ടിട്ട് വണ്ടി പിടിച്ചിട്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സെൽഫ് ലവ് ആണ് എല്ലാത്തിന്റെയും കാരണം. മീൻസ് നമുക്കൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം നാം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. പിന്നെ സ്ട്രെസ് ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു ഇതൊരു സൈക്കോളജി ടോപ്പിക് ആയിട്ടല്ല ഞാൻ എടുത്തത്, മനഃശാസ്ത്രപരമായിട്ടല്ല ഞാൻ എടുത്തത്. ഫിസിയോളജിയില് മീൻസ് നമുക്ക് നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കണം. നമ്മൾ പെട്ടെന്ന് ഒരു പ്രാവശ്യം ഗ്യാസ് വന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് പോയിട്ട് കുറെ ആന്റാസിഡ് എടുത്ത് കഴിക്കുന്നതിന് പകരം അതിന്റെ പല റീസൺസിൽ ഒന്നായിട്ടുള്ള സ്ട്രെസ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ അതുപോലെ തന്നെ ഡയബറ്റീസ് പലതും വരുന്ന സമയത്ത് നമ്മൾ അതിനെ മനസ്സിലാക്കുക, കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സ തുടങ്ങാൻ. ഈ കാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ സ്ട്രെസ് ആണ് സിറ്റുവേഷൻ എങ്കിൽ ഈ സ്ട്രെസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ വഴികളുണ്ട് എന്നുള്ളതും. അത് ഈവൻ നമ്മൾ കാര്യങ്ങൾ എഴുതി വെക്കുക പോലും ഒരാളെ കുറെ ചീത്ത പറയാറുണ്ട്. ഒന്നുമില്ല, ഒരു ഡയറി എടുത്തു വെക്കുക അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തു വെക്കുക, അതിൽ എഴുതുക, എന്തൊക്കെ പറയാനുണ്ടോ ഒക്കെ എഴുതുക. 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ അതെടുത്ത് നോക്കോളൂ. നിങ്ങൾ അയാളെ ശരിക്കും ചീത്ത പറയേണ്ടി വരില്ല. വിത്തിൻ 1 വീക്ക് നിങ്ങളുടെ ഉള്ളിൽ അയാളോട് തോന്നിയ അമർഷം മുഴുവനും പോകും. ഇത് ശരിക്കും സൈക്കോളജിക്കൽ അതിന്റെ അപ്രോച്ചാണ്. സൈക്കോളജിക്കൽ അപ്രോച്ച് ആണെങ്കിലും ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് രീതിയിൽ പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആരോഗ്യപരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അനാരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾക്ക് റീസൺ ആവും. ഇപ്പൊ വിൻസെന്റ് സാർ പറഞ്ഞു എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ പേടിയാവുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരാളെ ഡ്രൈവർ ജോബ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അത് അയാളുടെ മറ്റു രോഗങ്ങൾക്കുള്ള മേ ബി 2 വർഷത്തിന് ശേഷം ഒരു വലിയ രോഗിയാക്കാൻ വേണ്ടിയിട്ട് കാരണമാക്കുന്ന ഒരു ജോലിയായിരിക്കും ഡ്രൈവറായിട്ട് അന്നേരം എടുക്കുന്നുണ്ടെങ്കിൽ. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അതുപോലെ തന്നെ ഞാൻ നേരത്തെ ബ്രീത്തിങ്ങിന്റെ പറഞ്ഞത് വളരെ എഫക്റ്റീവ് ആണ്. നമ്മൾ ആ ഒരു നിക്ക് ഓഫ് ദ മൂമെന്റ് നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നി സംസാരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒച്ചത്തില് സ്ട്രെസ് വരുന്ന സമയത്ത് ഉറക്കെ സംസാരിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? മറ്റേ ആളും അതേപോലെ സംസാരിച്ചാലോ നാട്ടുകാർ കേൾക്കും. അതാ പറയാ. എനിവേ, ചില റോഡില് ബസ് അല്ലെങ്കിൽ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം ഇതായിരിക്കും, ഉറക്കെയുള്ള സംസാരം. ആക്സിഡന്റില് ആ 2 വണ്ടിയും തമ്മിൽ ഇടിച്ചതിന് ശേഷം അത്രയും സൗണ്ട് ഉണ്ടാവില്ല ഇടിച്ചതിന് പോലും. എന്നിട്ട് അതിനുശേഷം അവർ 2 പേരും അവരുടെ മനസ്സിലേക്ക് ഇട്ടിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് കുറെ ദിവസത്തേക്ക് മതി. അതാണ് പിന്നെ അയാൾക്ക് ഓരോ പ്രാവശ്യം അയാൾ വേറൊരു ആക്സിഡന്റ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു വണ്ടി അടുത്തൂടെ പോകുമ്പോഴോ അയാളുടെ മനസ്സിൽ മുഴുവൻ ആ മെന്റൽ ഇമേജസ് പിന്നെ റിപ്പീറ്റ് ആവും. ഇവിടെയാണ് നമുക്ക് കൺട്രോൾ ഉള്ളത്. ആദ്യത്തെ സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റിയെങ്കിൽ ഒഴിവാക്കാം. ഇൻ കേസ് ഒഴിവാക്കാൻ പറ്റിയില്ല, അയാളും ഞാനും ഉറക്കെ സംസാരിച്ചു, നോ പ്രോബ്ലം, വീട്ടിൽ വരിക. അതിനുശേഷം പറയാനുള്ളതും അതിന് എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ള ചീത്തയൊക്കെ ഉണ്ടെങ്കിൽ ആ പേപ്പറിൽ എഴുതി വെക്കുക. സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ ലൈഫില് മീൻസ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്നും മാറാൻ പോകുന്നില്ല, മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ജോർജ് സാർ കേൾക്കുന്നുണ്ടോ? സാർ താങ്ക് യു സാർ, വളരെ സന്തോഷം. സനൽ സാർ പതിവ് പോലെ ഇന്നും സാറ്
ഒത്തിരി ഇൻഫർമേഷൻസ് ആണ്. പക്ഷെ സാബു സാറ് തുടക്കത്തിൽ പറഞ്ഞു സ്ട്രെസ് ഇല്ലാത്തവരങ്ങ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോഴേ തന്നെ ഞാൻ ഓർത്തു ഇനി ഒന്നും പറയേണ്ടി വരില്ല. അങ്ങനെ ഒരു കഥ ഇല്ലല്ലോ സാറേ. വിശക്കുന്നവർക്കൊക്കെ ഭക്ഷണം യഥാസമയം കിട്ടാൻ ഈ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും പോലെ സാബു സാറും ദൈവം അങ്ങനെ ഒരു നിയോഗത്തിലൂടെ ഇങ്ങനെ തക്ക സമയത്ത് ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇത് അർഹിക്കുന്നു, ആഗ്രഹിക്കുന്നു. അവർക്ക് സനൽ സാർ വഴി അതിൽ കിട്ടി. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇത് തക്ക സമയത്ത് വന്നിരിക്കുന്നല്ലോ, നമ്മൾ ആഗ്രഹിച്ചതാണല്ലോ ഇന്നത്തെ ക്ലാസ് സബ്ജക്റ്റ് എന്നതുപോലെ. ഇത് എന്താ പറയണേ, ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം ലഭിക്കുമ്പോൾ തന്നെ എന്ന് ഞാൻ ഇന്നങ്ങ് വിലയിരുത്തി. തീർച്ചയായിട്ടും ഒത്തിരി ആശ്വാസത്തിനുള്ള വഴികൾ സാറിങ്ങനെ കാണിച്ചു തന്നു. എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ എന്തൊക്കെ ഉണ്ടാകുന്നു അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് അല്ലേ. ഉപകാരപ്പെട്ടു സാർ. താങ്ക് യു സോ മച്ച്. സനൽ സാറേ, എനിക്ക് ഇപ്പൊ ഇത് പറഞ്ഞ സംശയം, സനൽ സാറ് കേൾക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ മോശം സ്ട്രെസ്സും ഉപകാരപ്രദമായ സ്ട്രെസ്സും ഉണ്ടെന്ന് സാർ പറഞ്ഞു. അപ്പൊ ഈ സ്ട്രെസ്സിന് തുടർന്നാണോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതോ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ സ്ട്രെസ് ഉണ്ടാകും? ഇതിലേതിനാണ് കൂടുതൽ സാധ്യത? അതോ തുല്യ സാധ്യതയാണോ? ഏതിനായിരിക്കാം കൂടുതൽ സാധ്യത? സ്ട്രെസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നടപടി ക്രമങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ. അപ്പൊ അത് ആസ് എ ഇൻബിൽട്ട് ആയിട്ട് അതൊരു നെഗറ്റീവ് തിങ് അല്ല, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതേ സമയത്ത് ഒരേ സ്ട്രെസ് തന്നെ നമ്മൾ ജീവിതകാലം മുഴുവനോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ഡ്യൂറേഷനിൽ കൊണ്ടുപോകുമ്പോഴാണ് അത് നെഗറ്റീവ് ആവുന്നത്. അഡ്രിനാലിൻ മാത്രമാണെങ്കിൽ അത് പ്രശ്നമില്ല. ഇപ്പോ അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ചില ആൾക്കാർ ഹൈക്കിങ്ങിനോ അല്ലെങ്കിൽ പാരാജമ്പിങ് അല്ലെങ്കിൽ റോയിങ് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ. അയാൾക്ക് ആ സമയത്തുള്ളത് അഡ്രിനാലിൻ റേസ് ആണ്. ഇപ്പൊ സ്പീഡ് ബൈക്ക് ചെയ്യുന്നവര് 60 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട സ്ഥലത്ത് 100-ലും 150-ലും പോകുന്ന ആൾക്കാരുണ്ട്. അയാൾക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരു ധൃതി കൊണ്ട് മാത്രമായിരിക്കില്ല അവിടെ, അയാളുടെ ഉള്ളിലുള്ള ഒരു അഡ്രിനാലിൻ റേസ് ആണ്. ആ റേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ പിന്നെ പോകുന്നത്. കോമ്പറ്റിറ്റീവില് പോകുന്ന പല ആൾക്കാരും ഈ രീതിയിലുണ്ട്. ട്രെക്കിങ്ങിന് പോകുന്ന ആൾക്കാരിൽ ഒക്കെ ചില വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ പോകുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ ഈ ഒരു അഡ്രിനാലിൻ റേസ് കിട്ടും. ഈ അഡ്രിനാലിൻ റേസ് ഒരാൾക്ക് കിട്ടിത്തുടങ്ങി കഴിഞ്ഞാല് അയാൾക്ക് അതേ ഇവന്റിൽ നെക്സ്റ്റ് ടൈം കിട്ടില്ല. അയാൾക്ക് അതിന്റെ കുറച്ചും കൂടി ഹൈറ്റിൽ പോകേണ്ടി വരും. അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി അതുപോലെയുള്ള വേറൊരു ഇവന്റ് അന്വേഷിച്ച് പോകും. അത് നാച്ചുറൽ ആണ്. മീൻസ് അയാളുടെ ഉള്ളിലുള്ള ചില ഹോർമോണുകളാണ് അയാളോട് പറയുന്നത് അടുത്ത ഇവന്റ് അന്വേഷിച്ച് പോകും. ഓക്കെ, ഇത് അയാളെ സംബന്ധിച്ച് ഓക്കെ ആണ്. പക്ഷെ ഇതേ കാര്യം അയാൾക്ക് സ്ട്രെസ്ഫുൾ ആയ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചാലോ, മീൻസ് ഇനി അടുത്തൊന്നും പ്രോഗ്രാം വരാനില്ല, ഈ പ്രോഗ്രാം വരാനില്ല എന്നുള്ളത് കൊണ്ട് നെക്സ്റ്റ് ഞാൻ ഇനി എവിടെ ഷോ ഓഫ് ചെയ്യും എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് അത് അയാളുടെ കോർട്ടിസോളിനെ കൂട്ടും. ഇതുവരെ അഡ്രിനാലിൻ മാത്രമേ ഉള്ളൂ, അഡ്രിനാലിൻ വെച്ചിട്ട് അത് അവിടെ നിർത്തിയപ്പോൾ ഓക്കെ ആയി. അഡ്രിനാലിൻ റേസ് ആസ് ഗുഡ് ആസ് നമ്മളിപ്പം ഒരു മയക്കുമരുന്നോ അല്ലെങ്കിൽ ലിക്കറോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഏതാണ്ട് ആ ഒരു റേസ് പോലെ നമുക്കൊരു പ്രത്യേക പ്രതീതി തരുന്ന സാധനമാണ്. അവിടെ നമ്മൾ മാറിയിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് പെർമനന്റ് ആയിട്ട് നമ്മുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും അല്ലെങ്കിൽ കൂട്ടും. ഇങ്ങനെയുള്ളത് കൊണ്ട് നമ്മുടെ പല ക്രോണിക് ആയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളും വരും. ഈ ജീവിതശൈലി രോഗങ്ങൾ ഇനീഷ്യലി സ്ട്രെസ് കൊണ്ട് മാത്രമായിരിക്കില്ല വരിക. സ്ട്രെസ് കാരണം നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ തുടങ്ങി, ഭക്ഷണം കൂടുതൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ താളം തെറ്റി, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ വരുന്ന സമയത്ത് അത് നമുക്ക് മോശം ആരോഗ്യമായത്. ഇതിന് ശേഷം വരുന്ന ഡയബറ്റീസോ അല്ലെങ്കിൽ മറ്റു ഇഷ്യൂസോ ആയിക്കോട്ടെ, ഈ ഇഷ്യൂ നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ ബുദ്ധിമുട്ട് എഗെയിൻ നമുക്ക് പുതിയൊരു സ്ട്രെസ് തരുകയാണ്. എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല, എനിക്ക് മറ്റുള്ളവർ പോകുന്ന പോലെ പോകാൻ പറ്റില്ല, എന്നെ കാണാൻ കൊള്ളില്ല, എന്തോ ആവാം. തടി കൂടിയ ഒരാളാണ്, എനിക്ക് ഡ്രസ്സ് മതിയാവില്ല,
എന്ത് സിറ്റുവേഷനും നമുക്കവിടെ സ്ട്രെസ്ഫുൾ ആയിട്ട് വരാം. അപ്പൊ ഇവിടെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്കുള്ള ഒരു ആൻസർ ഇല്ല. പറയാനുള്ളത് സ്ട്രെസ് നമ്മുടെ എവല്യൂഷന് വേണ്ടിയിട്ട്, നമ്മളെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം എടുക്കുന്ന ഒരു രീതിയാണ്. ഫ്ലൈറ്റും ഫൈറ്റും ആണ് റെസ്പോൺസ്. ഈ റെസ്പോൺസ് രണ്ടും നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ്. ഇതിൽ ഏതാണോ നമ്മൾ സ്വീകരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഒന്നുകിൽ ഓടിപ്പോണം, അല്ലെങ്കിൽ മീൻസ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ബോഡി ഹാസ് ടു കം ടു നോർമൽ. ശരീരം നോർമൽ ലെവലിലേക്ക്, ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരണം. അത് വന്നില്ലെങ്കിൽ ഇഷ്യൂ ആണ്. അപ്പൊ ആ വരാതിരിക്കാനുണ്ടായ സാഹചര്യം ഇപ്പോഴ് സാറ് പറഞ്ഞത് നോക്കിക്കഴിഞ്ഞാല് അനാരോഗ്യമായിട്ടുള്ള പ്രശ്നമാണ്. ഈ അനാരോഗ്യം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ച് വഴി അതിനെ കണ്ട് അതിനെ മാറ്റാൻ ശ്രമിക്കുക തന്നെ വേണ്ടത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആപ്ലിക്കബിൾ ആണ്. ഫിസിക്കലായിട്ടും മാനസികമായിട്ടും, ഫിസിക്കലായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതും പലപ്പോഴും വ്യക്തിപരമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന പോലെ ഇരിക്കും. വേറെ ആർക്കെങ്കിലും ശ്രീലത മാം, സരസ്വതി മാം, ലെനവോ ടാബ്, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വിൻസെന്റ് സാറിന് സുജിത്തിന് എന്തോ പറയാനുണ്ട്. പറയാനില്ല സാറ്, ജസ്റ്റ് ഒന്ന് താങ്ക്സ് ഞാൻ പറയാൻ വിട്ടുപോയി ആദ്യം തന്നെ. ഇടയ്ക്ക് സുജിത് സാറ് പറഞ്ഞതിന് ഇടയ്ക്ക് കയറിയായിട്ട് പറഞ്ഞു പോയി, അതാണ് പറ്റിയത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാനിപ്പോ എൻ്റെ ഈ പറഞ്ഞ പേടി ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് 1 വീക്ക് ബിഫോർ 31 ഞാൻ നാട്ടിൽ നിന്ന് എന്നുവെച്ചാൽ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് വന്ന കാറിൽ തന്നെയാണ്. ആ ആക്സിഡന്റ് ആയ അതേ കാറ് നന്നാക്കിയിട്ട് ഞാൻ ഓടിച്ചില്ല, ഡ്രൈവറും വെച്ചുകൊണ്ട് ഓടിച്ചു. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ഫസ്റ്റിന് വൈഫിനെയും കൊണ്ട് ചർച്ചിൽ പോയി, എൻ്റെ കാറും കൊണ്ട് ബാംഗ്ലൂർ, അടുത്താണ്, വലിയ ദൂരമില്ല, പോയി. അപ്പൊ ആ പേടി മാറിക്കിട്ടി. പക്ഷെ എന്നാലും സ്പീഡ് കൂടുമ്പോൾ എനിക്ക് ആ പേടി ഇപ്പോഴാ ഉള്ളിൽ നിന്ന് ആ ഒരു ഇത് മാറിയിട്ടില്ല സ്പീഡ് കൂടുന്ന സമയത്ത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ നിന്ന് അവരോട് പറഞ്ഞു, ഡ്രൈവറോട്, പരിചയമുള്ള എൻ്റെ കൂട്ടുകാരെ വെച്ചാൽ അവിടെ തന്നെ പരിചയമുള്ള ഒരാൾ തന്നെയാണ്. സോ വളരെ നന്നായിട്ട് ഓടിച്ചുകൊണ്ട് വന്നു. ഒരുവിധ സ്പീഡിൽ തന്നെ വന്നത്, 100 ആണ് വന്നത്. പക്ഷെ എനിക്ക് ആ പേടിയൊന്നും വന്നില്ല. ഐ വാസ് കംഫർട്ടബിൾ ആയിരുന്നു, വന്നു. ചില വീട്ടിലെ വൈഫൊക്കെ വളരെ വറീഡായിരുന്നു, കാരണം ഇത്രയും ദൂരം വീണ്ടും വരണം, അതേ കാറ് അതേ റൂട്ട്, ആക്സിഡന്റ് ആയ റൂട്ടാണ്. സോ നാച്ചുറലി ആ ഒരു പേടിയൊക്കെ ഉണ്ടാവും. ബട്ട് ഐ ഓവർകെയിം, അതെനിക്കൊരു കുഴപ്പമുണ്ടായില്ല, ജസ്റ്റ് പറയാണ്. താങ്ക് യു സാർ. ചെയ്തത് ശരിയായ രീതിയാണ്. മീൻസ് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളൊന്ന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ചെറിയ കുട്ടി നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ കുട്ടി വീഴുന്നത് ആ കുട്ടിക്ക് സ്ട്രെസ്സാ. ആ കുട്ടി ഇനി ഞാൻ നടക്കുന്നില്ല, ഇനി ഞാൻ വീണ് കഴിഞ്ഞാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല. പക്ഷെ കുട്ടി ഇമ്മീഡിയറ്റ്ലി എഴുന്നേക്കും, കരഞ്ഞിട്ടാണെങ്കിലും എഴുന്നേറ്റിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകാനോ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ചിരിക്കുകയാണ്, കുട്ടി കരയാണെങ്കിലും നമ്മൾ ചിരിക്കുകയാണ്, നമ്മുടെ മുഖം കണ്ടിട്ട് കുട്ടി സെൻസ് ചെയ്യും. കുട്ടിയുടെ പിന്നിലെ ഇമേജ്, മെന്റൽ ഇമേജ് വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണാൻ തുടങ്ങി. നമ്മൾ എപ്പോഴാ കുട്ടി വീഴുന്നത് മോശമാണെന്ന് കാണാൻ തുടങ്ങിയത്? കുട്ടി എക്സാമിന് തോക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി ആദ്യത്തെ ബൈക്ക് ഓടിച്ചിട്ട് വീണില്ല, അല്ലെങ്കിൽ സൈക്കിൾ ഓടിച്ചിട്ട് ഇന്ന് വരെ ഞാൻ വീണിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും? ചാൻസേ ഇല്ല. അതിനുശേഷം അയാള് ഞാൻ ബൈക്ക് ഓടിക്കുന്നത് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ എവല്യൂഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം തുടങ്ങുന്നത്. അപ്പൊ സാറ് ചെയ്തത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് അതിനെ സംബന്ധിച്ച്. മീൻസ് ഞാൻ ആ റൂട്ട് എടുത്തു, അത് ഞാനല്ല ഓടിച്ചത്. ഈവൻ ഞാൻ ഓടിച്ചില്ലെങ്കിലും ഞാൻ സ്പീഡിലായിരുന്നു, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഇപ്പൊ സാറിനോട് ഓട്ടോമാറ്റിക്കലി പറഞ്ഞ ഇങ്ങനെ ഒരു ഇവന്റിലേക്ക് നമ്മൾ രണ്ടാമത് പോകുമ്പോൾ ഇറ്റ്സ് ഓൾ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആദ്യം ഞാൻ എന്നോട് ഓട്ടോ സജഷനിൽ കൊടുക്കുന്നത്. അവിടുന്ന് മുതലാണ് നമ്മൾ ഇവല്യൂഷൻ തുടങ്ങുന്നത്. ഇങ്ങനെ പരിണാമം, എവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിണാമം. നമ്മൾ ഇതിനൊന്നും റെഡി അല്ലെങ്കിൽ പണ്ടത്തെ കുരങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു മുഖം ഇപ്പോഴും എനിക്കുണ്ടായത്. ശരീരം അതിനു വേണ്ടിയിട്ട് റെഡിയാവും. സ്ട്രെസ് എന്ന് പറയുന്നത് എഗെയിൻ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ നമ്മുടെ മനസ്സും ശരീരവും എടുക്കുന്ന ഒരു പ്രത്യേകതയാണ്. അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഗ്ലോ വരും.
സോ ഞാൻ പിന്നെ പറയാം, വി ആർ ദ ബെസ്റ്റ്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടുണ്ടായവരാണ്, ഇനിയും നന്നാവും. അവിടെ ബെസ്റ്റ് പെർഫോമൻസിലേക്ക് എത്തണമെങ്കിൽ ഇപ്പൊ നീരജ് ചോപ്ര ഞാൻ നിർത്തുകയാണ്, ഇനി ഞാൻ ജാവലിൻ എറിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ബെസ്റ്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെയല്ല. ഇത് തന്നെയാണ് ഈ അങ്ങനെയല്ലെന്ന് അസുഖം അദ്ദേഹത്തിന് അല്ലെ, ഈ അസുഖമൊക്കെ വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, അതിനെ സ്ട്രെസ് ആക്കി മാറ്റാതെ ഓക്കെ അതൊരു അതെ. മെഡിറ്റേജ് ആയിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ പറയത്തില്ലേ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒരു ആൻജിയോപ്ലാസ്റ്റിയും ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യൻ. Thank you, sir. ഓൺ എ ലൈറ്റർ സൈഡ് ഒരു ചെറിയൊരു ഇത് പറയാണ്. സാറ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ, ഒരിക്കലും മദ്യപിക്കാത്ത ഒരാളെ ഒരു ബാറിലേക്ക് കയറ്റിക്കൊണ്ടു പോകണം, അയാൾക്ക് ഭയങ്കര സ്ട്രെസ് ആവുമെന്ന് പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു സ്ട്രെസ് ആയിരിക്കില്ല, അയാൾക്ക് ത്രിൽഡ് ആയിരിക്കും. ായിട്ട് കൂട്ടിയാൽ മതി. ത്രിൽഡ് അറിയില്ല, ആദ്യമായിട്ട് പോകണം, അപ്പൊ ആ ഒരു എനിക്ക് കഴിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും, സ്ട്രെസ് ആയിരിക്കില്ല. ജസ്റ്റ് ഓൺ ദ ലൈറ്റർ സൈഡ് പറഞ്ഞു. ശരിക്കും നമ്മളെ ഈ സ്ട്രെസ്സിനൊരു നിർവചനം പറയുമല്ലോ, നമ്മുടെ എക്സ്പെക്ടേഷനും റിയാലിറ്റി തമ്മിലുള്ള ഗ്യാപ്പാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അങ്ങ് പോവല്ലേ, റിയാലിറ്റിയിൽ നിന്ന് ഒത്തിരി മാറിയാണല്ലോ നമ്മുടെ എക്സ്പെക്ടേഷൻസ്. അവിടെയാണ് സ്ട്രെസ്സിലേക്ക് എത്തുന്നത്. ഓക്കെ, വേറെ ഷാബു സാർ, ഈ ഒരു വിഷയത്തിൽ തന്നെ കണ്ടിന്യൂഷൻ സാധ്യമാണ്. അപ്പൊ നമ്മള് ഇന്ന് 8:45 സുജിത്തിന്റെ പ്രിൻസിപ്പൽ സെന്റർ ലൈഫ് സ്റ്റൈലിന്റെ ക്ലാസ് ഈ സ്ട്രെസ് എന്ന് പറയുന്ന ആ ഏരിയ ബേസ് ചെയ്ത് മുന്നോട്ട് പോകട്ടെ. ഓക്കെ സലിൽ സാർ, താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് എന്റെ ക്ലാസ്സിൽ